ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ആമേൻ. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഇന്ന് മരിച്ചതിനെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് ലോകരാജ്യങ്ങളിൽ പോയി അനേകരോട് പ്രവചിക്കുവാനും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. എല്ലാ കാര്യങ്ങളെയും കർത്താവ് ഏറ്റവും ഭംഗിയായി നടത്തുക തന്നെ ചെയ്യും. എല്ലാ വിഷയത്തിന്റെ മേൽ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുക തന്നെ ചെയ്യും. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമ്മൾ ഇന്ന് കർത്താവിന്റെ വചനം കേട്ട് വരും. നമുക്ക് ഇന്നലെ പ്രാർത്ഥന ഇല്ലായിരുന്നു. കർത്താവ് നമ്മളതിനെല്ലാം സഹായിച്ചല്ലോ. ഇന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ പ്രാർത്ഥനയിൽ തുടരുമെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ വളർത്തുക തന്നെ ചെയ്യും. ദൈവത്താൽ ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നാം വാലല്ല തലയത്ര എന്ന് വചനം പറയുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ വീര്യപ്രവർത്തികളെ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്നത് തകരാനല്ല, വാഴാനാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ, ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ നടക്കുന്നല്ലോ. പിന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണൂർ നമുക്ക് അന്യഭാഷ പ്രാർത്ഥന നടക്കുന്നു. നമ്മൾ 50 പേരുടെ ഹോളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില വ്യത്യാസങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആളുകൾ. എങ്കിലും വരുമ്പോൾ നമുക്കറിയാം, വചനം പറഞ്ഞ പോലെ വന്ന് കാണുമെന്നാണ് പറയുന്നത്. എല്ലാ മാസവും തുടർമാനമായി, പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രെയർ സ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, ചില കാര്യങ്ങൾ ദൈവം സംസാരിച്ചുവെങ്കിലും തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇന്ന് ദൈവമക്കൾക്ക് വിരോധമായി. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേൾക്കാൻ ഇടയായി തീർന്നു. ഒരു പല ദൈവദാസന്മാരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ദൈവദാസന്മാരെ പീഡന കേസുകളിൽ കുടുക്കി വെച്ചിരിക്കുകവർ, അതായത് ചെയ്തിട്ടേ ഇല്ല, ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏർപ്പാടാക്കി വെച്ചിരിക്കുക. എന്നാലും സുവിശേഷം പറഞ്ഞ ദൈവദാസന്മാരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ട് സുവിശേഷം പറഞ്ഞ് അവരുടെ കേസ് സ്ട്രോങ് ആകാൻ വേണ്ടി സുവിശേഷം പറഞ്ഞു എന്ന കാരണം മാത്രമല്ല, അവർ റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഏർപ്പാടാക്കി എന്ത് ചെയ്യുന്നു, പല പീഡയിലൂടെ സുവിശേഷകർ കടന്നു പോകുന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭ പ്രാർത്ഥിച്ചാൽ, ബൈബിൾ പറഞ്ഞു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് പത്രോസ് ശ്ലീഹായിനെ കർത്താവ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പോലെ. അപ്പോൾ ഒരു ചോദ്യം, ഇതൊന്നും കർത്താവ് കാണുന്നില്ലേ? അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കർത്താവ് ഇതൊന്നും ദൈവം കാണുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം സഭയ്ക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അതാണ് വിഷയം. സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോല് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളാണ് അവരെല്ലാം പുറത്ത് കൊണ്ടുവന്നത്, അറിയാവോ? അതുകൊണ്ടാണ്, ഇത് മനസ്സിലായതുകൊണ്ടാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് പത്രോസിലേക്ക് പീഡയുണ്ടായപ്പം ബൈബിൾ ദൂതൻ ഇറങ്ങി കാരാഗൃഹത്തിന്റെ ആ വാതിൽ, 1-ാം വാതിൽ, 2-ാം വാതിൽ, 3-ാം വാതിൽ, 4-ാം വാതിലും തുറന്ന് പത്രോസ് ശ്ലീഹായെ പുറത്തു കൊണ്ടുവന്നു. കണ്ടോ? അപ്പൊ സഭയുടെ അധികാരത്തെ ഉപയോഗിക്കണം. ആരാ സഭ? നിങ്ങൾ പോകുന്ന ചർച്ചിനെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്, യേശുവിന്റെ ശരീരമാകുന്ന സഭ പ്രാർത്ഥിക്കണം. ആമേൻ.
ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കൃപയാൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ട ഞാൻ 2 ദിവസമായിട്ട് ഞാനൊരു പ്രയറിലായിരുന്നു. മിനിഞ്ഞാന്ന് ഒരു പ്രയറിൽ അറ്റൻഡ് ചെയ്യാൻ ഇടയായിത്തീർന്നതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ഇല്ലാതിരുന്നത്. ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മളെ വളർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി. വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ നടക്കുന്ന മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ പലയിടങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു. മാക്സിമം സ്ഥലങ്ങൾ പ്രാർത്ഥനകൾ വെക്കുവാൻ വിശ്വാസത്താൽ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം എല്ലാം ഭംഗിയായി ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളെയും കർത്താവ് വളരെ അനുഗ്രഹമായിട്ട് നടത്തും. ഇന്നത്തെ അനുഗ്രഹത്തിനിടയിൽ ഒരു വാക്യം വാക്കി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച, എന്തിനുള്ള വെള്ളിയാഴ്ച? നമ്മൾ വെള്ളിയാഴ്ചത്തെ പ്രത്യേകത ഒന്ന് പറയാൻ പറ്റിയ? വെള്ളിയാഴ്ചത്തെ മീറ്റിംഗിന്റെ വെള്ളിയാഴ്ച ഡെലിവറൻസ് ഇല്ല, ലീഡേഴ്സ് മീറ്റിംഗ് അല്ല, സുവിശേഷകർക്ക് വേണ്ടിയുള്ളത്. ആമേൻ. വെള്ളിയാഴ്ചകളിൽ സുവിശേഷ വേല ചെയ്യണം എന്ന നിർബന്ധത്തെ ബലപ്പെടുത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ തിങ്കൾ മുതൽ വ്യാഴം വരെ പോകുന്ന രീതിയിൽ നിന്നും കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ബോധം വരുത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. എല്ലാ ദിവസവും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ ആ ബോധം വരുത്തുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ഇങ്ങനെ ഈ ചില ആളുകൾ ഇങ്ങനെ, അത് എനിക്ക് തോന്നുന്നത് മലയാളികളല്ല, വേറെ ഏതോ ഭാഷക്കാരാണ്, വേറെ ഏതോ രാജ്യക്കാരാണ്. പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന രാജ്യത്ത് ഈ പ്രത്യേകിച്ച് പോൺ സൈറ്റുകൾ ബാൻ ചെയ്തിരിക്കുന്ന രാജ്യമാണ്. ഇവിടെ പോൺ സൈറ്റുകൾ, ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞതിന് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പലപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേറെ ഏതോ രാജ്യത്തിരുന്നു കൊണ്ട് നിരന്തരമായി അങ്ങനെയുള്ള വീഡിയോകൾ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിൽ നമ്മളൊരു ദൈവസാന്നിധ്യം അല്ലെങ്കിൽ പ്രത്യേക ഒരു വചന പഠനത്തിലേക്ക് പോകുന്ന ടൈമുകളിലാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യേണ്ട, നമ്മളതിനെ വെട്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പിശാചൻ എവിടെയൊക്കെയോ അടികൊള്ളുന്നു, അവൻ എവിടെയൊക്കെയോ നമ്മളെ ഡിസ്റ്റർബ് ആക്കാൻ നോക്കുന്നു, നമ്മുടെ ശ്രദ്ധകളെ തിരിക്കുവാൻ വേണ്ടി നോക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങളുടെ അകത്ത് ചലിക്കുന്ന അഭിഷേകം എവിടെയൊക്കെയോ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടുകളാണ് ഡിസ്റ്റർബൻസുകൾ കൊണ്ടുവരുന്നത്. ആമേൻ. എത്ര ഡിസ്റ്റർബൻസുകൾ കൊണ്ടാലും പരിശുദ്ധാത്മാവിനെയൊക്കെയും ഓവർകം ചെയ്യുവാൻ ഇടയായിത്തീരും. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. എല്ലാവരും മൈക്കുകളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് ദൈവാത്മാവ് നമ്മളെ സൂക്ഷിക്കുന്ന ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്കിന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അവസാന ഭാഗങ്ങളിലെ അതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വാക്യത്തിന്റെ ഒരു വാക്യം മാത്രം, ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇതാണ്: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിനെന്ന് യേശു പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ എല്ലാവരും സുവിശേഷത്തിന് വിളിയുള്ളവരാണ്. രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് ചേരുവാൻ ഈ വരവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പല ആൾക്കാരും പറഞ്ഞു സ്നാനപ്പെടണം എന്ന് പറയുന്നുണ്ട്. സ്നാനം കൽപ്പനയാണ്. യേശു ഇപ്പൊ വന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ ചേർക്കേണ്ടതിനാണ് കർത്താവ് വീണ്ടും വരുന്നത്. അപ്പം ഈ സമയത്ത് നിങ്ങൾ പറയുവാണ്, ബ്രദറെ ഞാൻ ബ്രദറിനോട് സൂം മീറ്റിംഗിൽ എല്ലാ ദിവസവും കൂടിയായിരുന്നു കർത്താവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് ഇല്ല. രക്ഷിക്കപ്പെടണം. യേശു പറഞ്ഞ കൽപ്പന പ്രകാരം സ്നാനപ്പെടണം. അപ്പൊ ഇത് നിർബന്ധമാണോ? തീർച്ചയായിട്ടും. മർക്കോസിന്റെ 16 യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ കൽപ്പനയാണ്. വിശ്വസിക്കുകയും ആരെങ്കിലും അറിയാവുന്ന കാണാപ്പാടം പറഞ്ഞു, വിശ്വസിക്കുകയും കണ്ടോ ഞാൻ പറയുന്നതല്ല. ഞാൻ ഇത് പറയാതെ മറച്ചു വെച്ചാൽ ഞാൻ കുറ്റക്കാരനാവും. അതുകൊണ്ട് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ബ്രദറെ, വിശ്വസിച്ചു കഴിഞ്ഞ് സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് സഭയിൽ പോകും? സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യം കർത്താവ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. കർത്താവ് എല്ലാം. അപ്പൊ കൽപ്പന ആദ്യം, അതിനുശേഷമാണ് പിന്നീട് പള്ളികളും സഭകളും ഒക്കെ ഉണ്ടായത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനം ഒന്നിലേക്കും കയറാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല. സ്നാനം യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരാനുള്ള ഭാഗ്യമാണ്. അപ്പൊ ഞാനിന്ന് സുവിശേഷ മീറ്റിംഗിന്റെ ആദ്യം ഇത് പറയാൻ കാരണം, സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, പിതാവിൽ നിന്നും വാഗ്ദത്തം ചെയ്തതിനെ
ഞാൻ നിങ്ങളുടെ മേലേക്ക് അയക്കും. ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കണം. ശക്തി, ഈ വാക്ക് കേട്ടോണെ. ഞാൻ 2 സുവിശേഷത്തെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. സ്നാപക യോഹന്നാന്റെ സുവിശേഷവുമുണ്ട്, യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമുണ്ട്. രണ്ടും രണ്ടാണോ? തീർച്ചയായിട്ടും. ഇത് രണ്ടും ഒന്നാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. സ്നാപക യോഹന്നാന്റെ സുവിശേഷം മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനപ്പെടുവിൻ. യേശുക്രിസ്തുവിന്റെ പ്രസംഗം ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പിതാവിന്റെ വാക്തത്വം നിങ്ങളുടെ മേൽ വരും. ഇത് വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഉയരത്തിലെ ശക്തി ധരിച്ചു കഴിയുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നോക്കിയേ, 2 കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടിരിക്കും. അപ്പൊ ഈ മുദ്ര നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്യും? വെളിപ്പെടും. ഈ മുദ്ര നിങ്ങളുടെ മേലുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ ഉയരത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ ഉയരത്തിലെ ശക്തി ധരിച്ചത് കൊണ്ട് എന്താണ് എനിക്ക് പ്രയോജനം? ഒരു ചോദ്യം. ഉയരത്തിലെ ശക്തിയിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ശക്തിയുണ്ട്. ഈ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ ആത്മാവാണ്. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മൾ മരിച്ചതിന് ശേഷം പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലേ, ആ വ്യക്തി നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ നോക്കുമ്പം ആ ഡെഡ് ബോഡി അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ഡെഡ് ബോഡിക്ക് ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു നമ്മളെല്ലാം വിട്ടേച്ച് ആ വ്യക്തി പോയി. അപ്പൊ അങ്ങനെയെങ്കിൽ ആ വ്യക്തി ഒരു 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ, ആ 100 വയസ്സ് വരെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വ്യക്തി, അതുവരെ നമ്മളോട് ചിരിച്ച് വർത്താനം പറഞ്ഞ് കണ്ണും മൂക്കും വായും എല്ലാം കണ്ടുകൊണ്ടിരുന്ന വ്യക്തി അവിടെ തന്നെയുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്ന ആ വ്യക്തി നമ്മളെ വിട്ടുപോയി. നോക്കുമ്പോൾ ആ ചിരിച്ച മുഖം അവിടെയുണ്ട്, ചിരിച്ച പല്ലുകൾ അവിടെയുണ്ട്, ചിരിച്ച കണ്ണും മൂക്കും വായും എല്ലാം അവിടെയുണ്ട്. പക്ഷെ ആ വ്യക്തി പറയുന്നു നമ്മളെ വിട്ട് അവിടെ പോയിരിക്കുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തിരിക്കുന്നത്? ഒരാത്മാവുണ്ട്. ആമേൻ. നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത, ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഈ ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവിന് ദൈവത്തിലേക്ക് തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ ഈ ആത്മാവ് പോകുന്നത് നിത്യ നരകത്തിലേക്കായിരിക്കും. നോക്കിക്കേ, നിത്യ നരകത്തിലേക്ക് ഈ ആത്മാവ് പോകാതിരിക്കാൻ വേണ്ടി ഈ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ എന്ത് ഇവിടെ നടക്കണം? ഇവിടെ നടക്കേണ്ടത് മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങൾ രക്ഷയിലേക്ക് വരണം. അപ്പൊ രക്ഷയിലേക്ക് വരണമെങ്കിൽ, ഒരു വ്യക്തി രക്ഷാമാർഗത്തിലേക്ക് വരണമെങ്കിൽ എന്ത് നടക്കണം? യേശു ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേരണം. ആമേൻ. നോക്കി, അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേർന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവ് എന്ത് ചെയ്യും? നരകത്തിലേക്ക്. അതാണ് ധനവാന്റെ ലാസറിന്റെ ഉപമ പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്. എന്താണ്? ധനവാൻ നരകത്തിലേക്കും പോയി, ലാസർ അബ്രഹാമിന്റെ മടിയെന്നറിയുന്ന പാതാള പർദീസിലേക്കും പോയി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 21 പറയുന്നു, ഞങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും, നോക്കിക്കോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ദാനം അഥവാ അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കും. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ മുദ്ര നമ്മുടെ മേൽ വീഴും. കണ്ടോ? ഹല്ലേലൂയ. ഒരു മുദ്രയുണ്ടല്ലേ? ആമേൻ. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ റെയറാണ്. പണ്ടത്തെ കാലത്ത് വ്യക്തികളുടെ മേൽ മുദ്രകളുണ്ട്, അടിമകളുടെ മേൽ മുദ്രയുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, വേണ്ട. നമുക്കറിയാൻ പറ്റും, ഗവൺമെന്റ് പ്രത്യേകിച്ച് തേക്കും ഈട്ടിയും ചന്ദനം ഒക്കെ നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ ഗവൺമെന്റ് വന്ന ഉടനെ ഗവൺമെന്റിന്റെ ഒരു സീൽ അതിന്റെ മേൽ പതിപ്പിക്കും. ആ സീല് പതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന എന്താ പറയുക, ചന്ദനമാണെങ്കിലും ഈട്ടിയാണെങ്കിലും തേക്കാണെങ്കിലും നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഗവൺമെന്റിന്റെ മുദ്ര അതിലുണ്ട്. ആ ഗവൺമെന്റിന്റെ മുദ്ര ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ കഴിയത്തില്ല? നമുക്ക് തൊടാൻ പറ്റത്തില്ല.
ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നോക്കിക്കേ, അപ്പൊ നിങ്ങളെ ദൈവത്തോടു കൂടെ മുദ്രയിട്ടു, ദൈവത്തോടു കൂടെ മുദ്രയിട്ടു. അപ്പം ഇനി ചോദ്യം, ഈ മുദ്ര ഇട്ടിട്ട് പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കുവല്ല, പകരം നോക്കിക്കേ, നമ്മളെ അഭിഷേകം ചെയ്തും. അഭിഷേകം, ആ വാക്കുകൊണ്ടോ, അഭിഷേകം. രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകം, അഭിഷേകത്തിന് ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യം ഞാൻ പറയാം, വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയാം. നമ്മൾ ഈസ്റ്റ് ഹാമിൽ വെച്ച പ്രാർത്ഥനയിൽ അവിടെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രാജ്യത്തിലാണ് എനിക്ക്, ഞാൻ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല. ഇംഗ്ലീഷ് അറിയാമെങ്കിലും നിങ്ങളുടെ അത്രയും ഫ്ലുവൻ്റ് അല്ല ഞാൻ. എനിക്ക് അത്ര വലിയ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത്ര ഉള്ള ഒരു ഫ്ലുവൻ്റ് അല്ല ഞാൻ. അപ്പൊ പ്രാർത്ഥനയ്ക്കിടയ്ക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആമേൻ. അപ്പൊ അവിടെ ഒരു ആഫ്രിക്കൻ ആയിട്ടുള്ളൊരു പാസ്റ്ററും ഒരു ദൈവദാസനും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നു. അപ്പം അദ്ദേഹത്തെ വന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. നിങ്ങൾ അവിടെ പ്രാർത്ഥന കണ്ടവർക്ക് അറിയാൻ പറ്റും, വീഡിയോ ഇല്ലായിരുന്നു, ഓഡിയോ ഉള്ളായിരുന്നു. അപ്പൊ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ ദിവസങ്ങളിൽ കടന്നുപോയ കാര്യങ്ങളും അദ്ദേഹം മനസ്സിൽ ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങൾ, അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളാണ് വെളിപ്പെടുത്തി. നോക്കിക്കേ, മലയാളത്തിൽ പറഞ്ഞു, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, പുള്ളി അത് കേട്ടു. ആമേൻ. അപ്പൊ അയാളുടെ ഹൃദയത്തിൻ്റെ അകത്തിരുന്ന കാര്യങ്ങൾ, നാളെ നോക്കിയേ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൻ്റെ അകത്തിരുന്ന കാര്യങ്ങൾ, അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരാൾ, ഓക്കെ, വേറൊരു രാജ്യക്കാരൻ സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ സമയത്തിൽ വലിയൊരു കൺഫർമേഷൻ ആയിരുന്നു, ഞാൻ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു, എനിക്ക് വലിയൊരു ഉറപ്പാണ്. അതിന്റെ കാര്യം എന്നറിയാവോ? അഭിഷേകം. കണ്ടോ? നോക്കിക്കേ, 2 തരം ഭാഷക്കാര്, പരസ്പരം ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവര്, പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഒരാളുടെ ഹൃദയത്തിലിരുന്ന കാര്യങ്ങൾ, അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ബ്രദറെ. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരുന്നൊരു വിഷയമാണ് ബ്രദർ ഇപ്പോൾ സംസാരിച്ചത്. കണ്ടോ? ഞാനിത് പറയാൻ കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് നേരിട്ട് പോയി സംസാരിക്കാൻ ലാംഗ്വേജിന്റെ പരിമിതിയുണ്ട്. ലാംഗ്വേജ് അറിയാമെങ്കിലും അതിന്റെ ഒരു ഫ്ലൂവൻ്റ് അല്ലാത്തതുകൊണ്ട് പരിമിതിയുണ്ട്. അപ്പൊ അദ്ദേഹം പറയണോ, ഇംഗ്ലീഷ് പോലും ശരിക്കും അറിയാത്തവനാണോ എന്നോട് സംസാരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ഭാഷയെ അദ്ദേഹത്തിന് കേൾക്കുവാൻ പിന്നെയും ടെൻഡൻസി ഉണ്ടായി. കണ്ടോ? അതാണ് അഭിഷേകം. അഭിഷേകത്തിന് ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എത്ര വലിയവനെയും തൊടാൻ പറ്റും, എത്ര വലിയവനെയും തൊടാൻ പറ്റും. അതാണ് ദൈവത്തിന്റെ അഭിഷേകം. ഇതുള്ളവരാണ് വിശ്വാസികൾ. കണ്ടോ? നിങ്ങൾ ഉയരേണ്ടവരാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് സ്നാപക യോഹന്നാന്റെ സുവിശേഷമാണ്. സ്നാപക യോഹന്നാനെ ഞാൻ കുറ്റപ്പെടുത്തുവാണോ? ഒരിക്കലുമല്ല. സ്നാപക യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൽ അദ്ദേഹം വിശ്വസ്തനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമല്ല. യേശുക്രിസ്തു വരുന്നത് വരെ അത് പ്രസംഗിച്ചാൽ മതി. അതിനുശേഷം യേശുക്രിസ്തു അതിന്റെ കൂടെ ഒരു വാക്ക് ആഡ് ചെയ്തു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് യോഹന്നാൻ പറഞ്ഞില്ല. കാരണം സുവിശേഷം പൂർണ്ണമാകണമെങ്കിൽ യേശുക്രിസ്തു ജനിച്ച് മരിച്ച് ഭൂമി എന്ത് ചെയ്യണം? ഉയർത്തപ്പെടണം. സ്നാപക യോഹന്നാന്റെ പ്രസംഗം പൂർണ്ണമല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്. നമ്മുടെ ഇടയിൽ പലപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന സുവിശേഷം അഭിഷേകത്തെ ആരും എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കി, നിങ്ങളിപ്പം നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രായത്തിന്റെ വ്യത്യാസം കാണും, അല്ലേ? പ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും, ബ്രദറിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്താ പ്രായത്തിൽ, ഞങ്ങൾ ലോകം കണ്ട പരിചയമുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയാവോ? അഭിഷേകത്തിന്റെ വർധനവുള്ളൊരു വ്യക്തിയാ നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകെ വന്നേ പറ്റത്തുള്ളൂ. കണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങളെ ഞാൻ പുറകെ ഓടിക്കാന്നൊരു അർത്ഥമല്ല, എൻ്റെ അകത്ത് എന്തോ ഉണ്ട്. പത്രോസ് പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുമോ, നിന്നെ എണീപ്പിക്കുവാനുള്ള. കണ്ടോ? അപ്പം നിഗളിക്കാൻ വേണ്ടിയാണോ? അല്ല, ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷിയാകണം. ജീവനുള്ള യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. കണ്ടോ? നമ്മൾ അഭിഷേകമുള്ളവരാണ്. അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് സുവിശേഷത്തിന്റെ ശക്തി ലോകത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, ലൂക്കോസിൽ പറയുന്നു,
യേശു പറഞ്ഞു പത്രോസ്ലീഹായിനെയൊക്കെ റേഞ്ച് ദൈവത്തിന് അറിയാം. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് എന്നാ പറയുന്നത്, പത്രോസ്ലീഹായൊക്കെ നമ്മളൊക്കെ ഒരേ റേഞ്ചുകളാണ്. ഞാനും പത്രോസ്ലീഹ ഒരേ റേഞ്ച്. കാര്യം എന്തുവാ, ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ പഠിപ്പോ യോഗ്യതകളൊന്നുമില്ല. പത്രോസ്ലീഹ പറ്റി പറഞ്ഞു പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും വന്നുകൊണ്ട് ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. നമ്മളെ കൊണ്ട് മീൻ പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ബട്ട് തമ്പുരാൻ അറിയാം, ഈ പത്രോസ്ലീഹായിനെയൊക്കെ ആയിട്ട് സുവിശേഷമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? ഒതുക്കും. തമ്പുരാൻ പറഞ്ഞു, മക്കളെ, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കണം. കണ്ടോ? അല്ലാതെ ഒറ്റയാള് യെരൂശലേമിന്റെ ബൗണ്ടറി കടന്നു പോകരുത്. ഇതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അഭിഷേകം നിങ്ങളുടെ മേൽ വരും. ഈ അഭിഷേകം എന്ന് പറയുന്നതാണ് ലോകത്തിന്റെ അറ്റത്തോളം. നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഏതൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ ജയിക്കും കേട്ടോ. ഏതൊക്കെ വെല്ലുവിളി വന്നാലും ജയിക്കും. ഏതൊക്കെ പ്രതികൂലം വന്നാലും നമ്മൾ പറയത്തില്ലോ ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ, അല്ല, അഭിഷേകം നുകങ്ങളെ ഓടിക്കും. കണ്ടോ? അഭിഷേകത്തിന് നുകങ്ങളെ ഓടിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നാനപ്പെടുത്തിയ ആളാണ് നമ്മുടെ ടോംസ് ബ്രദർ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്നാനമാണ്. ഇന്ന് ടോംസ് ബ്രദർ ഇല്ല, അദ്ദേഹം ജോലി തിരക്കാണ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം, കൈക്കീഴിലൊന്ന് സ്നാനപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞങ്ങൾ കോട്ടയത്ത് കൊടമാളൂർ ആറ്റിൽ രാത്രി, എനിക്ക് പോകുന്നത് ഒരു 9:30, 10 മണി 11 മണി ആയപ്പോഴേക്കും രാത്രിയിൽ കോട്ടയത്ത് കൊടമാളൂർ നീട്ടുന്ന സ്ഥലം, കോട്ടയം കൊടമാളൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ആ കൊടമാളൂരിൻ്റെ ആറുണ്ട്, അവിടുത്തെ ആറ്റിൽ രാത്രി എനിക്ക് വന്നിട്ട് 11 മണിക്കോ 10 മണിക്കോ രാത്രി വന്ന് അദ്ദേഹം സ്നാനപ്പെട്ടു. ഒരു കുളിക്കടവാണ്. ആ കുളിക്കടവിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും സ്നാനപ്പെടണം. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് പിന്നെ എപ്പോഴേലും പോരെ. പിന്നെ ഓർത്ത് എൻ്റെ കർത്താവേ, അദ്ദേഹം കൽപ്പന പ്രകാരം യേശുവിനോട് കൂടെ ചേരുവാൻ ആഗ്രഹിക്കുക. ആമേൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ലായിരുന്നു, സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ രാത്രിയിൽ 10-11 മണി ആയപ്പോഴേക്കും ആ ഒരു കുളിക്കുന്ന കടവിൽ അദ്ദേഹം ഇറങ്ങി. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അദ്ദേഹത്തെ സ്നാനമേൽപ്പിച്ചു. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ അവിടെ അദ്ദേഹം ആ കൽപ്പന, അദ്ദേഹം പാലക്കാട് വില്ലേജ് ഓഫീസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന് ആ കൽപ്പന അനുസരിക്കുവാൻ അദ്ദേഹം തയ്യാറായി. കൽപ്പന അനുസരിക്കുവാൻ എന്ത് ചെയ്തു? ഞാൻ ആദ്യമായിട്ട് സ്ഥാനപ്പെടുത്തലാണ്ട് ഞാൻ പറയും കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ, ഒരു വ്യക്തി സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങളുടെ ചുമതല എന്താന്ന് വെച്ചാൽ ആ വ്യക്തിയെ യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തിയെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയാണ്. ഉണ്ടോ? സുവിശേഷത്തിലൂടെ നാം അനേകരെ രക്ഷപ്പെടുത്തുകയാണ്. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു ഒരു ഭവനത്തിലേക്ക് വന്നാൽ ഭവനത്തിന്റെ അവസ്ഥ മാറും. ബ്രദറെ, യേശു വന്നിട്ടും എൻ്റെ ഭവനത്തിന്റെ അവസ്ഥ മാറുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്താണ് അഭിഷേകം? നോക്കിക്കേ, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. നഗരത്തിൽ പാർക്കണം. നഗരത്തിൽ പാർക്കണം. അപ്പൊ നഗരത്തിൽ എന്തിനാ പാർക്കുന്നത്? ശക്തി കിട്ടിയില്ല. ഇനി ശക്തി കിട്ടിയാലോ? ശക്തി കിട്ടിയാൽ പിന്നെ നഗരത്തിൽ പാർക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയിൽ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. കണ്ടോ? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഉയരത്തിന്റെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ വിളി ലഭിച്ചവരാണ് നിങ്ങളും ഞാനും എല്ലാം. അപ്പൊ ഈ സാക്ഷികളായ നിങ്ങൾക്ക് ഈ വാക്കുകൊണ്ടോ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കാണാൻ പറ്റുന്ന നോക്കിയേ, സ്ക്രീനിലോട്ട് നോക്കിയേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പൊ ലൂക്കോസിൽ യേശു ആദ്യം പറഞ്ഞ എന്തുവാ? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ നഗരത്തിൽ പോകരുത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയിൽ യേശു ഒന്നുകൂടെ കയറി പറയുകയാണ്, ശക്തി ധരിച്ചു കഴിഞ്ഞാൽ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കണ്ടോ? യെരൂശലേം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പട്ടണം. അത് തിരുവനന്തപുരം ആയിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, കൊല്ലമായിക്കോട്ടെ, കോട്ടയമായിക്കോട്ടെ, വയനാടായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, ഇത് യെരൂശലേമാണ്. നിങ്ങളുടെ ഭവനം ഒരു യെരൂശലേമാണ്. നിങ്ങളുടെ പട്ടണം ഒരു യെരൂശലേമാണ്. അവിടെ നിങ്ങൾ യേശുവിന്റെ സാക്ഷിയാകും. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നിങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തേണ്ട, നിങ്ങളിലൂടെ യേശു വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കണ്ടോ?
ഇതാണ് അഭിഷേകം. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു എന്ന ഒരാളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടപ്പോഴേക്കും ഒരു ഫേസ്ബുക്കിലെ ഇട്ടേക്കാണ്, പണ്ടൊരാള്, അദ്ദേഹം വേറൊരു വിശ്വാസിയായിരുന്നു. കോവിഡ് വന്ന സമയത്ത് അയാള് വിശ്വാസികളുടെ കൂടെ കൂടി രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ എല്ലാ ദിവസവും എന്നെ ബൈബിൾ വായിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം തിരിച്ച് കമന്റ് ഇട്ടേക്കുവാണ്, ഞാൻ ആരെ നിർബന്ധിക്കാൻ പോയില്ല, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്? കണ്ടോ, അങ്ങനെ ചെയ്യേണ്ട. നിങ്ങളുടെ അഭിഷേകം ആ വ്യക്തിയെ തൊടണം. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? ആ വ്യക്തി നിങ്ങളിലൂടെ യേശുവിനെ അറിയും. അഭിഷേകത്താലാണ് സുവിശേഷം അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും യേശു പറയത്തില്ല രക്ഷിക്കപ്പെട്ട ഉടനെ വിട്ടോ എന്ന് പറഞ്ഞില്ല. പോകരുതേ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണമേ, ശക്തി ധരിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലായോ? സുവിശേഷം നമ്മൾ പറയുന്നതല്ല, സുവിശേഷം നമ്മളിലൂടെ വെളിപ്പെടുന്നതാ. ഓ ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഭവനം സാക്ഷ്യമാകും. നിങ്ങൾ പറയാം, എന്റെ ബ്രദറെ, ഞാനിപ്പം അച്ചായൻ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല, പിള്ളേരൊന്നും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, ഞാൻ എന്നാ ചെയ്യുമെന്ന് ചിന്തിക്കരുതേ. നിങ്ങൾ യേശുവിനെ അറിഞ്ഞത് യെരൂശലേമിൽ സാക്ഷ്യമാകാൻ വേണ്ടിയാ. ജോലി സ്ഥലങ്ങളിൽ സാക്ഷ്യമാകും. അറിയാവോ? അതിനുള്ളത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാം, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, ആളുകൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവെന്ന് വെച്ചിട്ട് വരാൻ വേണ്ടി പോവാ. ആരാമേൻ പറയാൻ വേണ്ടി പോകുന്നത്? ഓ യേശുവേ, നിങ്ങളുടെ അടുക്കലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിച്ച്, എനിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, നീ പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതല എന്ന് പറയുന്ന രീതിയിൽ ആളുകൾ യേശുവിന്റെ നാമത്തിൽ വരാൻ വേണ്ടി പോവാ. അങ്ങനെ ഒരു കൈമാറ്റം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വീകരിച്ച് ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. നിങ്ങൾക്ക് സമയം പോലും തരാത്ത രീതിയിൽ ആളുകൾ വരാൻ വേണ്ടി പോവുക. ബ്രേക്ക് ടൈമുകളിൽ പോലും ആൾക്കാർ വരാൻ വേണ്ടി പോകുക, അവരുടെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട്. അങ്ങനെയുള്ളത് കർത്താവ് പറയുക, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച് അവരുടെ കൂട്ടുകാരുകളെ, അവരുടെ ബന്ധുക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മേഖല യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലത്തെ ഒരു ഹീലിംഗ് ഡെലിവറൻസ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. Release the power, release the authority in the name of Jesus. Oh, thank you, Holy Spirit. Oh, Ralkhasiandiri. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. നോക്കിക്കേ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ യെരൂശലേമിൽ സാക്ഷ്യമാ. ഓ ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഈ സാക്ഷ്യം നമ്മളിൽ തുറക്കുന്നത് കാണാം. ഈ വാക്യം മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, ശക്തി ലഭിച്ചു, അഭിഷേകം വന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ അവർ മുന്നോട്ട് പോയി. അവരിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ അഭിഷേകത്താൽ അന്യഭാഷ പറയാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? 3000 പേര് രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പത്രോസ് ലീഗ അപ്പോസ്തലന്മാര് പള്ളിയിൽ പോവുക. നോക്കി, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? നമ്മളും പള്ളിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? പലപ്പോഴും ഈ ഭിക്ഷ യാചിക്കാൻ വേണ്ടി അനേകര് വഴിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ആ കടയിൽ പോയിട്ട് 10 രൂപയുടെ ചില്ലറ മൊത്തം മാറിയിട്ട് 1, 2, 3, 4, 5 കുറെ ചില്ലറ പൈസ ആക്കിയിട്ട്, പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു ഇങ്ങനെ. ഓരോ, ഒന്നല്ല കേട്ടോ, 10-15 വർഷം മുമ്പ്, ഓരോ പാത്രത്തിൽ 1, 2 കുഞ്ഞുനാളിൽ 1, 2, 3, 4 ഇട്ടിട്ടങ്ങ് പോവായിരുന്നു. കണ്ടോ? പക്ഷെ നമ്മുടെ സ്ഥാനത്ത് പത്രോസ് ലീഗയും യോഹന്നാനും ആണെങ്കിലോ, അയ്യോ, ചില്ലറ മാറാൻ വേണ്ടി പോകത്തില്ല. അവർക്കറിയാം അഭിഷേകം ഞങ്ങളുടെ അകത്തുണ്ട്. കണ്ടോ? അവനെ എണീപ്പിക്കുവാനുള്ള അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്. കേട്ടെ. അവനെ എണീപ്പിക്കുവാനുള്ള ഇതാണ് രക്ഷിക്കപ്പെട്ടവൻ. നമ്മൾ പള്ളിയിൽ പോകണം എന്തിനു വേണ്ടിയാ? അവിടെയുള്ള ബ്രദറിനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പക്ഷെ അപ്പോസ്തലന്മാര് പോകുന്നത് അറിയാം, അനേകരെ എണീപ്പിക്കുന്നവരാ. നോക്കിക്കേ, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. നോക്കിക്കണേ, ഇത് യെരൂശലേമിൽ നടക്കുക. യേശു പറഞ്ഞ എന്തുവാ? നിങ്ങൾ യെരൂശലേമിൽ എന്റെ സാക്ഷികളാകും, യഹൂദിയിൽ എന്റെ സാക്ഷിയാകും, ശമരിയിൽ എന്റെ സാക്ഷിയാകും, ഭൂമിയുടെ അറ്റത്തോളം. കണ്ടോ? അപ്പൊ ഇവർ അകത്തിരിക്കുന്ന അഭിഷേകത്തെ ഇതും വെച്ചുകൊണ്ട് പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. ഉടനെ മനസ്സ് പറഞ്ഞു, എന്റെ ദൈവമേ, എന്തിനാണ് കർത്താവ് ഇങ്ങനെയുള്ളവരെ ജനിപ്പിച്ചിരിക്കുന്നത്? ഇതിലും ഭേദവർ ജനിക്കാതിരിക്കുന്നതിൽ നല്ലത്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഓ എന്റെ കർത്താവ് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം അവർക്ക് കൊടുത്തത്? നമ്മുടെ വിശേഷം അതാ. പക്ഷെ പത്രോസിന് മനസ്സിലായി, ജന്മനാ മുടന്തനാ. പത്രോസിന് മനസ്സിലായി, അയ്യോ, ഇവന്റെ അകത്തൊരു സാധ്യത ഞാൻ കാണുക. ഇവൻ എണീറ്റാൽ പട്ടണം യേശുവിനെ അറിയും. കണ്ടോ? ഇവൻ എണീറ്റാൽ ദേശം യേശുവിനെ അറിയും. ഇവൻ സൗഖ്യമായാൽ ഇത് പട്ടണത്തിൽ സുവിശേഷത്തിന്റെ വ്യാപ്തി. നോക്കി, ആ വാക്കുണ്ടോ? ഉടനെ ബൈബിൾ പറയുന്നു, പത്രോസും അപ്പോസ്തലന്മാർ കണ്ടിട്ട്, വല്ലതും നമുക്കറിയാം, ഒത്തിരി പറഞ്ഞിട്ടുള്ളതല്ലേ, വല്ലതും കിട്ടുമെന്ന് കരുതി യേശുവിനെ തുറിച്ചു നോക്കി. അപ്പോൾ പത്രോസ് പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല.
എനിക്കില്ല, ഞാൻ നിനക്കുള്ളത് തരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ ചാരിറ്റി വേറെ, ദശാംശം വേറെ. ചിലർ പറയും, ബ്രദറെ ഞാൻ ചാരിറ്റിക്ക് ഒത്തിരി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ദശാംശം സുവിശേഷ വില കൊടുക്കണം. പലരും, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കേട്ട ശബ്ദമാണ്, ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തോണേ. ബ്രദറിന്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ അല്ലാതെ സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു, എൻ്റെ ആത്മാവിൽ കേട്ടതാ. ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, എനിക്കും മണന് ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് പാവപ്പെട്ട സുവിശേഷകരുണ്ട്, പണക്കാർ സുവിശേഷകരുണ്ട്, മിഡിൽ ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല. സുവിശേഷ വേല ഒന്നേ ഉള്ളൂ. എവിടെ സുവിശേഷത്തിന്റെ സാധ്യതയുണ്ട് അവിടെ എല്ലാം വിതച്ചോണം. അങ്ങനെ ചില തെറ്റുകാരൻ ആൾക്കാർക്കുണ്ട്. ബ്രദറിന് ഒത്തിരി പൈസ ഉള്ളതുകൊണ്ട് ബ്രദറിന് അതിന്റെ ആവശ്യമെന്നല്ല, സുവിശേഷത്തിന് വേണ്ടി ഞാൻ വിതയ്ക്കുന്നത്, ബ്രദറിന് വേണ്ടിയല്ല. ചാരിറ്റി വേറെ. അവരും പറയും, ബ്രദറെ ഞാൻ ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷ. ചാരിറ്റി വേറെ, ചാരിറ്റി ചെയ്യണം. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത് വേറെ, രണ്ടും രണ്ടാകട്ടോ. ആമേൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് പത്രോസിലേക്ക് ഇവിടെ പറയാറുണ്ട്, പൊന്നോ വെള്ളി എനിക്കുണ്ട്. കാര്യം അവരിൽ എന്തായാലും ഒരു പെന്നും വെള്ളി പൈസ കാണാതിരിക്കത്തില്ല. പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ യേശുവിനകത്ത് നടക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൈക്ക് പിടിച്ചെഴുന്ന, ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നില്ല, അവൻ എണീറ്റില്ല, പകരം അവൻ എന്ത് ചെയ്തു, കൈക്ക് പിടിച്ചെടിപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ തുള്ളിയും അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ശ്രദ്ധിച്ചോണേ, അവന്റെ ജോലി എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവന്റെ ജോലി എന്തായിരുന്നു? കണ്ടോ? ഇനി സൗഖ്യമായി കഴിഞ്ഞാൽ അവന്റെ ജോലി എന്തായിരിക്കും? മറ്റുള്ളവരെ സൗഖ്യമാക്കലും. അല്ല, അവന്റെ ജോലി എന്തായിരിക്കും? ഓ എന്റെ ദൈവമേ, പോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കേൾക്കാം, ഇനി പറഞ്ഞ മനസ്സിലാക്കി തരാം. കാല് ജന്മനാ മുടന്തനായവന്റെ ജോലി ഭിക്ഷ എടുക്കുകയായിരുന്നു. ഇനി കാല് സൗഖ്യമായ പിന്നെ അവന് ഭിക്ഷ എടുക്കാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, അവന്റെ ജീവിതത്തിന്റെ അഡ്രസ്സ് മാറിയില്ലേ? ഇന്നലെ വരെ അവൻ പിച്ചക്കാരനായിരുന്നു, ഇപ്പൊ അവൻ ആരാ? ഇനി കാല് നേരെ കഴിഞ്ഞാൽ അവൻ എന്നാ പണിക്ക് വേണമെങ്കിലും പോവാം, എന്നാ ജോലിക്ക് വേണമെങ്കിലും പോവാം, അല്ലേ? അവന് PSC പഠിക്കണോ പഠിക്കാം, അവന് വേറെന്തെങ്കിലും പഠിക്കണോ പഠിക്കാം, അവന് എഞ്ചിനീയർ ആവണോ, ഡോക്ടർ ആവണോ, എന്ത് വേണേലും ആകാം. അഡ്രസ് മാറി. കണ്ടോ? അപ്പൊ ഒരുത്തന്റെ സൗഖ്യം നടന്നാൽ പിന്നെ അവന്റെ അഡ്രസ് മാറുക. ഒരു ചോദ്യം, സഹോദര, ഇന്നലെ നീ പിശക്കാരനല്ലായിരുന്നോ? ഇപ്പൊ നീ രാവിലെ പൊതിച്ചോറൊക്കെ ഇട്ട് ജോലിക്ക് പോകണല്ലോ, ഇതെന്നാ പറ്റി? യേശുവിനെ അറിഞ്ഞു. കണ്ടോ? സുവിശേഷം ഒരാളെ മാറ്റിയത് കണ്ടോ? അപ്പൊ നിങ്ങള് പെരയ്ക്കകത്ത് സുവിശേഷം കേട്ടിട്ട് അഭിഷേകവും നിങ്ങൾ പിടിച്ചിരുന്നോണ്ടിരുന്നാൽ അനേകര് ഇപ്പോഴും ഭിക്ഷക്കാരായിട്ടിരിക്കും. കണ്ടോ? അനേകർ ഇപ്പോഴും തകർന്നവരായിട്ടിരിക്കും. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങരുത്, സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങണം. ഒത്തിരി പേര് സുവിശേഷം പറയുന്നവരുണ്ട്, സുവിശേഷം പറയാനല്ല പത്രോസ് ശ്ലീഹ പോയി. നോക്കിക്കേ, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എന്നിട്ട് പറഞ്ഞു നീ കാലൂന്നി എണീക്കാൻ പറഞ്ഞു അവനെ സൗഖ്യം കൊടുത്തു. കണ്ടോ? ഞാൻ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ സുവിശേഷം പറയുന്ന സുവിശേഷമാണ്. സ്നാപക യോഹന്നാൻ ഇന്നേ വരെ ആരെയും സൗഖ്യമാക്കിയിട്ടില്ല. സ്നാപക യോഹന്നാൻ ഇന്നേ വരെ ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. സ്നാപക യോഹന്നാൻ ഇന്നേ വരെ ഒരു മരിച്ചതിനെ ഉയർപ്പിച്ചിട്ടില്ല. പക്ഷേ സുവിശേഷത്തിന്റെ ശക്തി ലോകത്തിന്റെ അറ്റത്തോളം ആളുകൾക്ക് രൂപാന്തരം വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പിശാചുക്കള് എപ്പോഴും ഓർത്തോണം, സുവിശേഷ വിരോധി എന്ന് പറഞ്ഞാൽ അതൊരു ദുരാത്മാവാണ്. അതേത് സംഘടന ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ദുരാത്മാവാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അതേപോലെ തന്നെ ഇവരെയും കൽപ്പിക്കുക. കർത്താവ് അവരുടെ മേലുള്ള ഭൂതങ്ങളെ എല്ലാം ഓടിക്കും. അവർ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരും. നോക്കിക്കേ, അടുത്ത വാക്യം നോക്കിക്കേ. അവർ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. ദൈവത്തെ പുകഴ്ത്തി ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് പറഞ്ഞ് ഇവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയിച്ചു പരിഭ്രമം നിറഞ്ഞവരായി തീർന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂട്ടു. ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവർ അടുക്കൽ ഓടിക്കൂടി. ഇത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞത്, ജനങ്ങളെ, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ
നോക്കിക്കേ, സ്വന്തം ശക്തി കൊണ്ടോ ഇവനെ നടത്തുമാറാക്കി എന്ന പോലെ നിങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് കണ്ടോ? പത്രോസ് പറയും, ഇപ്പൊ സുവിശേഷം പറയാൻ വേണ്ടി ആൾക്കാർ കേൾക്കാൻ വന്നത് കണ്ടോ? എന്റെ കൂടെ പറ, ഒരു സൗഖ്യം നടന്നാൽ അനേകര് കേൾക്കാൻ വരുമെന്ന് പറ. ഇവിടെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ആൾക്കാർ നിറഞ്ഞു കണ്ടോ? പത്രോസ്ലീഗ മൈക്ക് എടുത്തു, നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോയില്ല, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. ഒരു പ്രാർത്ഥന ഉണ്ട് സഹോദരൻ, ഒന്ന് വാ. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, പ്രാർത്ഥനയ്ക്ക് ഒന്ന് വാ അച്ചായ, മോനെ നീ പ്രാർത്ഥനയ്ക്ക് വാ, മോളെ നീ പ്രാർത്ഥനയ്ക്ക് വാ. നമ്മളിങ്ങനെ ആളുകളോട് നമ്മളിപ്പോ ജന്മനാ മുടന്തനെ പോലെ യാചിക്കുകയോ പിച്ചക്കാരെ പോലെ, ഒന്ന് വാ. എന്റെ പ്രിയരെ, നിങ്ങളുടെ അഭിഷേകം പുറത്തേക്ക് ഒഴുകിയാൽ നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങളുടെ പുറകെ ആളുകൾ വരും. ഓ ഹല്ലേലൂയ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ യേശുവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുകയാ. ആമേൻ. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, പത്രോസിന്റെ യോഹന്നാനോടും കൂടെ ചേർന്ന് നിൽക്കുന്ന ജനം കണ്ടോ? ജനം എല്ലാം വിസ്മയം പൂണ്ടു. ജനം ഒന്നോ രണ്ടോ പേരല്ല, ജനം വിസ്മയം പൂണ്ട് ശലോമോന്റെ പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കലേക്ക് ഓടിക്കൂടി. ആമേൻ പറഞ്ഞെടുത്തു. ആളുകള് നിങ്ങളുടെ അടുക്കലേക്ക് ഓടിക്കൂടാൻ വേണ്ടി പോകുക. എന്തിനാണെന്നറിയാവോ? യേശുവിന്റെ സുവിശേഷം പറയുന്നവർക്ക് അഭിഷേകത്തിന്റെ ജ്വലനമുണ്ടാകും. നോക്കിയേ, പത്രോസ്ലീഹയുടെ എളിമ കണ്ടു. പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ ആരാന്നറിയാവോ? ഞാൻ എന്നാന്നറിയാവോ? ഒന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ നിങ്ങൾ എന്നെ ഉറ്റുനോക്കുന്നത് എന്ത് കണ്ടോ? കൃപ, താഴ്മയാണ് സുവിശേഷ പറയാൻ വേണ്ടി പോകുന്ന വ്യക്തിക്ക് വേണ്ടത്. നെഗളം കയറുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് മനസ്സിലായി ഈ നെഗളം എവിടുന്ന് വന്നു. 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴേക്കും 2 സഹോദരിമാർ സൗഖ്യമായി. അയ്യോ, ബ്രദറൊക്കെ ആരാ? ബ്രദർ അല്ലേലും എനിക്കറിയാം, പണ്ടേ അങ്ങനെയാ. കണ്ട, ഞങ്ങൾക്കും ഒക്കെ മനസ്സിലായി ബ്രദറെ സീക്രട്ട്. ഇവിടെ സീക്രട്ട് ഒന്നുമില്ല, യേശുവിന്റെ ശക്തിയാണ്. യേശുവിന്റെ ശക്തിയാണ്. പൗലോസ് പറയുന്നു, നോക്കി, അപ്പോസ്തലന്മാര് പറയുന്നു, അടുത്ത വാക്യത്തിൽ പറയുവാണ്, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാർ ദൈവദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവൻ നിങ്ങളെ ഏൽപ്പിക്കുകയും അവർ വിധിച്ച പൗലോസിന്റെ മുമ്പിൽ തള്ളിപ്പറയുകയും ചെയ്തു. അപ്പൊ യേശുവിനെ പറ്റി പറയുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഏൽപ്പിച്ചു, അതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശുവിന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസത്താൽ ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുകെ ഈ വ്യക്തിക്ക് ആരോഗ്യം വന്നു. കണ്ടോ? യേശുവിന്റെ സുവിശേഷത്തിൽ ആരോഗ്യമുണ്ട്. ഹല്ലേലൂയ. ബ്രദറെ, എന്റെ രോഗം മാറുമോ? പിന്നെ അത്ഭുത സൗഖ്യം നടക്കും. ഞാൻ പറയും, നിങ്ങളുടെ രോഗം അനേകർക്ക് യേശുവിലേക്ക് വരാൻ വേണ്ടിയുള്ള വഴിയാ പ്രിയരെ. ഞാൻ കൊണ്ടാണ് ഈ സൗഖ്യം പറയുന്ന സമയത്ത് ചിലർ പറയോ സൗഖ്യം സാക്ഷ്യം പറയാൻ നാണക്കേടാ. എന്റെ പ്രിയരെ, നിങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് വേണം 10 പേർക്ക് യേശുവിലേക്ക് വരാനൊരു അവസരമായത്. പലപ്പോഴും പറയും, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥനയ്ക്ക് ആഗ്രഹമുണ്ട്, നാണക്കേടാ. എന്റെ പ്രിയരെ, ഈ നിങ്ങളുടെ സാക്ഷ്യം ഒന്ന് വെളിപ്പെട്ടിട്ട് വേണം 10 പേർ യേശുവിലേക്ക് വരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മറഞ്ഞിരിക്കുക. കണ്ടോ? തീരുമാനിച്ച് ഞാൻ സാക്ഷ്യം പറയും. കാര്യം എന്റെ സാക്ഷ്യത്തിൽ അനേകർ യേശുവിലേക്ക് വരാനുണ്ട്. എന്റെ കുടുംബത്തിലെ സാക്ഷ്യത്തിൽ അനേകർ യേശുവിലേക്ക് വരാനുണ്ട്. എന്റെ തലമുറയുടെ വിഷയം അനേകർ യേശുവിലേക്ക് വരാൻ വേണ്ടിയുള്ള സാക്ഷ്യമാണിത്. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയും, നമ്മൾ നോക്കിക്കേ, സുവിശേഷത്തിന്റെ മൂല്യത്തെ പറ്റി പലോതിക്ക് ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ പുറകെ അഭിഷേകമുണ്ടെങ്കിൽ ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കും. അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. എങ്ങനെ ജ്വലിപ്പിക്കുന്ന അറിയാവോ? സുവിശേഷം പറയണം. മനസ്സിൻ്റെ അകത്തൊരു അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട്, ഒരു വ്യക്തി തകർന്നിരിക്കുവാണെങ്കിൽ പറയണം ധൈര്യമായിട്ട്. ഇന്നാളൊരു സഹോദരി പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് എന്തോ ഒരു അസുഖം, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, 3-4 ദിവസം സാക്ഷ്യം വന്ന ആ സഹോദരി വന്നിട്ട് പറയുക, യേശു അത്ഭുതം ചെയ്യുമെന്ന് എന്നെ ബലപ്പെടുത്തി. വർഷങ്ങളായിട്ട് എന്തോ രോഗത്തിന്, ഞാൻ ഓർക്കുന്നില്ല, ഇഞ്ചക്ഷൻ എടുത്താലേ ഉള്ളൂ പെയിൻ മാറത്തുള്ളൂ. അങ്ങനത്തെ ഒരു സഹോദരിയായിരുന്നു. അന്ന് മുതൽ ആ വ്യക്തിയുടെ മേൽ സൗഖ്യമുണ്ടായി. കണ്ടോ? ആ സഹോദരി ബൈബിൾ ക്ലാസ് മൊത്തം കേട്ടിട്ട് പോയിട്ട് അവിടെ പോയിട്ടുണ്ട്, യേശുവേ എന്ന് വിളിച്ചില്ല, പകരം യേശുവിന്റെ നാമത്തിൽ സുവിശേഷത്തിന്റെ ബലത്തെ പകർന്നു കൊടുത്തു.
ആ വ്യക്തിയുടെ രോഗശക്തികൾ തകർന്നുപോയി. ആമേൻ. അപ്പൊ സുവിശേഷത്തിന്റെ ആത്മാവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സുവിശേഷത്തിന്റെ ആത്മാവ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. ഇപ്പൊ ശക്തി ലഭിച്ചാലോ, യെരൂശലേം എന്ന് പറയുന്ന നിങ്ങളുടെ പട്ടണത്തിന്റെ എല്ലാ ബൗണ്ടറികളെയും എല്ലാ അതിരുകളെയും ബ്രേക്ക് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. കണ്ടോ, എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ യേശുവിന്റെ പറഞ്ഞേ ഞാൻ യേശുവിന്റെ ഞാൻ യേശുവിന്റെ സാക്ഷിയാണ് എന്ന് ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. സാക്ഷിയാണ്. മ്യൂട്ട് ചെയ്തോ, മൈക്ക് മ്യൂട്ട് ചെയ്തോ. അപ്പൊ യേശുവിന്റെ സാക്ഷിയുടെ പ്രത്യേകത, നിങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ വെളിപ്പെടുത്തും ദൈവം. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടണം. അതിനാദ്യം ഞാൻ ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവുമായൊരു ബന്ധം എനിക്ക് വേണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നതെന്നറിയാവോ? പത്രോസ് ലീഹ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ സൗഖ്യമാക്കിയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഇത് യേശുവിന്റെ നാമത്തെയാണ്. ഒന്ന്, യേശുവിനെ ഉയർത്തുന്ന ഒരു മനോഭാവം, മഹത്വം ദൈവത്തിന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ദൈവഹിതമല്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട. ദൈവഹിതമല്ലാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. ദൈവഹിതമല്ലാത്ത ഒന്നും എനിക്കോ എൻ്റെ ഭവനത്തിലോ വേണ്ട. രണ്ട്, നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങ് നയിക്കണം, അങ്ങ് എന്നെ നടത്തണം. എല്ലാ ദിവസവും പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ നടത്തണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീടിന്റെ പുറത്തിറങ്ങി നമ്മുടെ ഉള്ളത്തിലൊരു ധൈര്യം വ്യാപരിക്കും. നമുക്കറിയാം, എന്ത് സംഭവിച്ചാലും ദൈവമാണ് നടത്തുന്നത്. ആമേൻ. രണ്ട്, നോക്കിക്കേ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന തകർന്ന വ്യക്തികൾ, നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ചുറ്റുവട്ടത്തിലായിക്കോട്ടെ, അവരെ വിടിവിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് അതിനു വേണ്ടിയുള്ള അഭിഷേകമുണ്ട്. ഞാൻ ഇന്ന് പെട്ടെന്ന് പ്രാർത്ഥന അവസാനിക്കും. കാരണം എനിക്ക് നാളെ കണ്ണൂർ പ്രാർത്ഥനയ്ക്ക്, നിങ്ങൾക്ക് 10:30-ക്കാണ്, എനിക്കിവിടെ അതിരാവിലെ എണീക്കേണ്ടതുണ്ട്. ആമേൻ. ശ്രദ്ധിച്ചിരുന്നോണെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ, നിങ്ങൾ ഒരാൾ വന്നിട്ട് ഒരു വേദന പറഞ്ഞാൽ ആ വ്യക്തിയെ വിടിവിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ. ഇനി അഭിഷേകം എങ്ങനെ ജ്വലിക്കുന്ന ഞാൻ പറയാം. ഉപയോഗിക്കും തോറും അഭിഷേകം വർദ്ധിക്കും. ഇപ്പൊ ഞാൻ പറയാം, പിശാചിന്റെ ഒരു ഉപദേശം ഞാൻ പറയാം, ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചാൽ അടി കിട്ടും. എന്താണെന്നറിയാം അങ്ങനെ ഒരു ഉപദേശം പിശാച് സ്പ്രെഡ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ദുരുപദേശം? മിക്ക ദൈവദാസന്മാരും അത് പറയും, പ്രാർത്ഥിച്ചാൽ തിരിച്ചടിക്കും. കാര്യം, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കും. ആമേൻ. ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ കത്തി മേടിച്ച ഉടനെ കുറച്ചു നാൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളതിന് അരം വെക്കും, അല്ലേ? ഈ അരം ചെയ്യും തോറും ഇതിന് മൂർച്ച കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ അരം ചെയ്യും തോറും, അതായത് ഇങ്ങനെ ഒരയ്ക്കും തോറും അതിൻ്റെ മൂർച്ച കൂടും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം വിട്ടുമാറട്ടെ, അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമാകും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അഭിഷേകം മൂവ് ചെയ്യും. നോക്കിക്കേ, പത്രോസ് ലീഹായ്ക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? ആ വ്യക്തിയുടെ തലയൊക്കെ വെച്ചിട്ട് പറയായിരുന്നു, കർത്താവേ അങ്ങ് സൗഖ്യമാക്കണമേ, കർത്താവേ അങ്ങ് സൗഖ്യമാക്കണമേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാവേ. വിഗിൽ സ്മിത്ത് എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഉണ്ടായിരുന്നു. വിഗിൽ സ്മിത്ത് എന്ന് പറഞ്ഞ ദേവദാസൻ വളരെ ഫേമസ് ആയിട്ടുള്ള ദേവദാസനായിരുന്നു. അദ്ദേഹം വലിയൊരു ക്രൂസൈഡ്, വലിയൊരു കൺവെൻഷൻ വെച്ചു. US-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. US-ലാണെന്ന്, ബ്രിട്ടനിലാണ് എനിക്കറിയത്തില്ല. അദ്ദേഹം വലിയൊരു കൺവെൻഷൻ വെച്ചു. അവിടെ രോഗീനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നു. 4 പേര് കൂടി രോഗിയെ ചുമന്നുകൊണ്ട് വന്നു, ബൈബിളിലെ പോലെ തന്നെ. വിഗിൽ സ്മിത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, 4 പേരോടും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 4 പേരോടും കൈവിട്ടോളാൻ പറഞ്ഞു. ഇവർ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് കൈവിട്ട് നേരെ രോഗി താഴേക്ക് വീണു. ഒന്ന് ആലോചിച്ച് നോക്കി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ, ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്ന ഒരു കൺവെൻഷൻ സ്റ്റേജിൽ ഒരു രോഗി തകടം മറിഞ്ഞ് വീണാൽ ഒന്ന് ആലോചിച്ച് നോക്കി. വിഗിൽ സ്മിത്ത് പറഞ്ഞു,
അവൻ 4 പേര് ചാടി വന്ന് രോഗി എടുത്തു. വിഗിൽ സ്മിത്ത് പറഞ്ഞ് യേശുവിനാഥ് കൈവിടാൻ പറഞ്ഞു. ഇവർക്ക് പിന്നെ ഒരു പകുതി വിശ്വാസവും പകുതി പേടിയും. വിഗിൽ സ്മിത്ത് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ യേശു ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കൈവിടാൻ പറഞ്ഞു. വീണ്ടും കൈവിട്ടു. ഈ മനുഷ്യൻ പിന്നെ താഴേക്ക് വീണു. ആലോചിച്ച് നോക്കിയേ. ആട്ടുകാർ പകുതി പേരെ ഇളകി. എന്ത് പരിപാടി അദ്ദേഹം കാണിക്കുന്നത്? അയാൾ ചത്തുപോകത്തില്ലേ? ഭയങ്കര വിഷയങ്ങൾ. 3-ാം പ്രാവശ്യം അവർ ആ വ്യക്തിയെ എടുത്ത് പൊക്കി നിർത്തിയപ്പോൾ പയ്യെ അവർക്കും വിശ്വാസമില്ല. വിഗിൽ സ്മിത്ത് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം അവൻ കൽപ്പിക്കുന്നു പറഞ്ഞു. വിട്ടോളാൻ പറഞ്ഞു. ഇവർ വിടുന്നില്ല. വിഗിൽ സ്മിത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഇവർ വിടുന്നില്ല. ഇവർ മനസ്സോടെ വിട്ടു. വീണ്ടും താഴെ പോയി. കണ്ടോ, പകുതി ആൾക്കാരും ഇളകി. അവസ്ഥ ആലോചിച്ച് നോക്കി. വിഗിൽ സ്മിത്ത് കുലുങ്ങിയില്ല. വിഗിൽ സ്മിത്ത് പറഞ്ഞു കൈ വിടുക, യേശു അവനെ തൊട്ടിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു. 4-ാം പ്രാവശ്യം ബലം പിടിച്ചു. വിട്ടില്ല അവര്. വിഗിൽ സ്മിത്ത് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. വിഗിൽ സ്മിത്ത് അവനെ യേശു തൊട്ടിരിക്കുന്നു. നമുക്കറിയാവോ, 4-ാം പ്രാവശ്യം മനസ്സോടെ ഈ പ്രാവശ്യം വീണാൽ ഉറപ്പാ, ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിച്ച് കൈവിട്ടു. അവൻ അതുപോലെ നിന്നു, താഴെ വീണില്ല, പൂർണ്ണ സൗഖ്യമായി. എന്താ കാരണം എന്നറിയാവോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഒരു തവണ പ്രാർത്ഥിച്ചു, ബ്രദറെ ഒന്നും കാണുന്നില്ല, അപ്പൊ എന്റെ മനസ്സ് പറയും എനിക്ക് ആ കൃപയില്ല. അല്ല, അഭിഷേകത്തെ അങ്ങോട്ട് ഒഴുകട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആനോട് പറഞ്ഞു യേശു അത്ഭുതം ചെയ്ത്. അവർ വന്നിട്ട് പറഞ്ഞു ബ്രദറെ, അവർ പറഞ്ഞു ഒരു മാറ്റം ഉണ്ടായില്ല. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്തോ കുറവുണ്ട്, എൻ്റെ കുറവായിരിക്കാം, പിശാചിന്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങ് പോവാ. എന്റെ സഹോദരി പിന്നെയും പ്രാർത്ഥിക്ക്. അഭിഷേകത്തെ അങ്ങോട്ട് ജ്വലിപ്പിക്ക്. നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് പകരും തോറും അകത്തൊരു വർധനമുണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അടിത്തട്ടിൽ നമ്മൾ പോലും അറിയാത്ത എവിടെയൊക്കെയോ അവിശ്വാസങ്ങൾ കിടപ്പുണ്ട്. ഇത് തകരാൻ എന്നാ വഴിയെന്നറിയാവോ? വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ എത്രത്തോളം അവിശ്വാസം കിടപ്പുണ്ട് നമുക്ക് അറിയത്തില്ല. നമ്മുടെ മനസ്സിൽ അവിശ്വാസം ഉണ്ടോ നമുക്ക് അറിയത്തില്ല. പക്ഷെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും തോറും അവിശ്വാസം തകർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കും സഹോദരി വേദനയ്ക്ക് എന്നെ ഉണ്ട് മാറിക്കാൻ നോക്കിക്ക്. പണ്ട് ചോദിക്കാൻ പേടിയായിരുന്നു. കാര്യം ദിവസവും ചെയ്യും തോറും നമ്മുടെ അകത്തിരിക്കുന്ന അവിശ്വാസം പയ്യെ തകരാൻ തുടങ്ങും. മനസ്സിലായോ? അവിശ്വാസം കണ്ണുകൊണ്ട് കാണാൻ പറ്റുവാണെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞേനെ. ഇത് കാണാൻ പറ്റുന്നതല്ല. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമ്പോൾ അവിശ്വാസം തകരും. നിങ്ങളുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങ്. അച്ചായൻ പറയാ പണിയൊന്നുമില്ല, സാമ്പത്തികമായി തകർച്ച, അച്ചായൻ നമുക്ക് യേശുവിനെ കൽപ്പിക്കാന്നേ. കൽപ്പിച്ച് കഴിയുമ്പോഴേക്ക് അച്ചായൻ പറയും ഒന്നും നടന്നില്ലല്ലോ. നിന്റെ ഒരു പ്രാർത്ഥന. പിന്നെയും പ്രാർത്ഥിക്ക്. ചിലപ്പോൾ 3-ാമത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മിറക്കിൾ മണി ഉണ്ടായാലോ? കണ്ടോ? 3-ാമത്തെ പ്രാർത്ഥനയിൽ അച്ചായൻ പിന്നെ പറഞ്ഞു നീ ഇനി പ്രാർത്ഥിക്കേണ്ട, കാശും വേണ്ട, ഒന്നും വേണ്ട, പോ, സാമ്പത്തികം മാറണ്ട. ചിലപ്പോൾ 5-ാം വട്ടം മിറക്കിൾ മണി ഉണ്ടായാലോ? കണ്ടോ? നമ്മുടെ അകത്തിരിക്കുന്ന എവിടെയോ ഇരിക്കുന്ന അവിശ്വാസം തകർക്കുവാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പത്രോസിലേക്ക് മനസ്സിലായി, മുടന്തൻ എണീക്കുന്നില്ല, അവനെ കൈ പിടിച്ച് എണീപ്പിച്ച്. കണ്ടോ? അവൻ എണീക്കത്തൊന്നുമില്ല. അവൻ പറയും ഞാനെന്തിനാ എണീക്കുന്നത്, എനിക്ക് യേശുവിനെ അറിയത്തില്ല, പത്രോസിനെ അറിയത്തില്ല, എനിക്കാകെ പൊന്നും വെള്ളിയും അറിയാം. പക്ഷെ പത്രോസിലേക്ക് അവന്റെ കൈക്ക് പിടിച്ച് എണീപ്പിക്കുക. കണ്ടോ? വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യ്, വിശ്വാസം തന്നെ വർദ്ധിക്കും. ഇപ്പൊ നമ്മൾ പ്രയർ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നോക്കിക്കേ, പ്രയർ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നമ്മള് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് ഒക്കെ വെച്ച് ഇവിടുന്ന് ചിലപ്പോൾ മജാസ് പറഞ്ഞു ബ്രദറെ ഞാൻ ഇവിടുന്ന് ഒരു ലാപ്ടോപ്പ് ഒപ്പിക്കാം. കുഴപ്പമില്ല, നമുക്കൊരു വെബ് ക്യാം ഒക്കെ ഓപ്പൺ, ഞാനിത് സ്പോൺസർ ചെയ്യാം. വെബ് ക്യാം വെച്ച് ഒരു ബ്ലൂടൂത്തിന്റെ സ്പീക്കറൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു ലോ ബഡ്ജറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു ലാപ്ടോപ്പ്, ഒരു വെബ് ക്യാം, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഏതെങ്കിലും ഒരു 500-ന്റെ 600-ന്റെ ഒക്കെ ഹോള് മേടിക്കാനൊക്കെ വിചാരിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്രയർ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. തപ്പി ചെന്നപ്പോഴേക്കും ഗീവറീസ്ബർഗ് എന്ന് പറഞ്ഞ ബദറെ YMC ഹോൾ ഉണ്ട്, ഇത്ര 3 മണിക്കൂറിന് 8000 രൂപ, അതിൽ കുറഞ്ഞതുണ്ടോ? ഇല്ല. ആമേൻ. അവസാനം വെബ് ക്യാം വെക്കാൻ വേണ്ടി തപ്പി ചെന്നപ്പോഴേക്കും ക്യാമറമാൻ പറഞ്ഞു ഇന്ന ബ്രദറെ 3 ക്യാമറ വേണം, കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്യണം. ബ്രദർ ഇനിയിപ്പം ആരോടെങ്കിലും വ്യക്തിപരമായിട്ടൊരു ദൂത് പറയണമെങ്കിൽ എന്നാ ചെയ്യും? വെബ് ക്യാം ആണ്, ആരെയും ശരിക്കും കാണാൻ പറ്റത്തില്ല, അവർക്ക് ചിലപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ കേൾക്കണമെങ്കിൽ നല്ല സ്പീക്കർ വേണ്ടേ? വേണം.
അപ്പൊ അതിനൊക്കെ എന്ത് വേണം? നമ്മുടെ ചെറിയ കൺസെപ്റ്റുകളെ തമ്പുരാൻ പൊളിക്കുന്നത് കണ്ടോ? ആ ബഡ്ജറ്റ് ഇങ്ങനെ പോയി അവസാനം വലിയൊരു ശേഷിപ്പിലേക്ക് തമ്പുരാൻ വന്നു. അപ്പൊ ഒന്നി തുടങ്ങി, ഇപ്പൊ 5ാമത്തെ പ്രാർത്ഥനയാണ്. അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുക. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം കൊല്ലത്ത് നമ്മുടെ വർഗീസ് പേറിന്റെ ഒരു മെസ്സേജ് അങ്ങോട്ട് വർഗീസ് പേർ ഇങ്ങനെ അയച്ചേക്കുന്നുണ്ട്. ഗീതാ സിസ്റ്റർ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഗീതാ സിസ്റ്റർ നമ്മുടെ കൊല്ലത്തുള്ള മീറ്റിങ്ങിന്റെ ശ്രദ്ധിക്കാൻ വേണ്ടി സ്പോൺസർ വിതയ്ക്കാന്ന് പറഞ്ഞു. കണ്ടോ, ഞാനത് വിതയ്ക്കാൻ വേണ്ടി ഇരുന്ന സ്തോത്രം. അപ്പൊ നമ്മളൊരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് എല്ലാവരും വെച്ച് ബ്രദർ എങ്ങനെ ഇത് നടക്കും? ഈ ലോകം മുഴുവൻ ബ്രദർ ഈ പ്രാർത്ഥന വെർച്വൽ മീറ്റിംഗ് അന്യഭാഷ വെക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോൾ ഇതെല്ലാം എങ്ങനെ നടക്കാണ്ട? നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്ക്, വഴി തന്നെ തുറക്കും. തെളിവായത് വിശ്വാസത്താൽ കൈവെക്ക്, രോഗം സൗഖ്യമാകില്ലെന്ന് കാണാൻ പറ്റും. അകത്തിരിക്കുന്ന അവിശ്വാസത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. ആദ്യം ചെയ്യുമ്പോഴേ ഭയമുള്ളൂ, 2 പ്രാവശ്യം കഴിയുമ്പോൾ ഈ ഭയം അങ്ങ് മാറും. കണ്ടിട്ടുണ്ടോ? ഈ പിള്ളേരെ ടീച്ചർമാർ എന്തുകൊണ്ടാണ് ചൂരല് കോണിക്ക് അടിക്കാതെ പേടിപ്പിക്കുന്നത്? 10 അടി കിട്ടിയാൽ പിന്നെ പിള്ളേർക്ക് മനസ്സിലാവും, പേടി അങ്ങ് പോകും അല്ലേ? അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യും? ചൂരല് കൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കണം നല്ലത്. അടി കിട്ടും. അടിച്ചു പോയാൽ പിന്നെ പേടി പോകും. ആണോ അല്ലോ? സത്യമാണ്? നിങ്ങൾ പറ, ഒന്ന് പറഞ്ഞ്. സ്കൂളിൽ പോയിട്ടില്ല ആരും? ആ മാത്രമേ പോയിട്ടുള്ളൂ? ആമേൻ, സത്യവാ. ഇതേപോലെ ആദ്യത്തെ ഒരു തവണയുള്ളൂ നമുക്ക് ഭയം, ചെയ്യുന്തോറും ഭയം അങ്ങ് മാറും. ഹല്ലേലൂയ. ചെയ്യുന്തോറും ഭയം മാറും. കണ്ടോ? ഹല്ലേലൂയ. ചെയ്യുന്തോറും ഭയം മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യമൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചു ബ്രദറെ, എന്നോട് ബ്രദർ ചോദിച്ചു, ബ്രദറെ ഈ പല ഭാഷക്കാരൊക്കെ എടുത്ത് പോയിട്ട് ഇങ്ങനെ ദൈവിക ആലോചന വരുമ്പം ടെൻഷനൊന്നുമില്ല. ഞാൻ പറയും ആദ്യമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് മലയാളിയും ഇംഗ്ലീഷുകാരനും ആഫ്രിക്കക്കാരനും ഏത് രാജ്യക്കാരനും എല്ലാം ഒരേപോലെയാ. കണ്ടോ? എല്ലാം ഒരേപോലെയാ. നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ അകത്തുള്ള അവിശ്വാസം തന്നെ തകരും. പലരുടെയും അവിശ്വാസം മാറത്തിന്റെ കാര്യം വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ്. എത്ര ആൾക്കാർ മിറക്കിൾ മണിയെ കണ്ടല്ലേ? ഞാനിത് പറയുന്നതിന്റെ വേറൊന്നുമില്ല. ആദ്യം അവിശ്വാസം കൈവെക്കാൻ തുടങ്ങിയതല്ലേ, പിന്നെ എന്ത് ചെയ്തു? ഏതോ ഒരു ടൈമിൽ അത് റിലീസായി. കണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത് റിലീസായത്? എവിടെയൊക്കെയോ നിങ്ങളുടെ വിശ്വാസം ഓവർകം ചെയ്തു. നമ്മുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാനുള്ള ഏക മാർഗം വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. തീരുമാനിക്കുക, ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങേണ്ട ആളല്ല, കഞ്ഞിയും കറിയും വെച്ചിരിക്കേണ്ട ആളല്ല. അയ്യോ, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി ഒന്ന് കണ്ണടച്ച് നോക്കി, ഒന്ന് കണ്ണടച്ച്. അനേക രോഗികൾ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിൽക്കുക. എൻ്റെ സഹോദരി, ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥിച്ച ആ വ്യക്തിയെ സൗഖ്യമാക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ജീവനുള്ള യേശു ഉണ്ട് കേട്ടോ. ആ വ്യക്തി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഒരു കസേര പോലും വേണ്ട, മുറ്റത്തിരുന്നു കൊണ്ട് ആ വ്യക്തി സുവിശേഷം കേൾക്കും. കണ്ടോ? അല്ലാത്ത പക്ഷമോ എൻ്റെ സഹോദരൻ കേൾക്കും, അവിടെ തല്ലാൻ വരുന്നു, ബൈബിള് കീറാൻ വേണ്ടി വരുന്നു, ഇടിക്കാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു. അവനെ പിടിച്ചു കെട്ടുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകത്ത് തലമുറകളെ തൊടുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ആ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. അഭിഷേകം ജ്വലിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു പേരൊന്ന് പറഞ്ഞ്, ആരെങ്കിലും ഒരു പേര് പറഞ്ഞ്, ഇനി പേര് വെച്ചെന്ന് പറ, ഒരു പേര് പറഞ്ഞ്, ഏതെങ്കിലും ഒരു പേര് പറ, നിങ്ങളുടെ പേര് പറ. ആ, ഇപ്പൊ എന്നോട് പറയും, ഒരാൾ വന്നിട്ട് പറയാം, എൻ്റെ രാജമ്മ എനിക്ക് ഭയങ്കര വിഷയമാണ് കേട്ടോ, രാജമ്മേ ശ്രമിക്കണം കേട്ടോ ഞാൻ പേര് പറയുന്നതിൽ. ഇപ്പൊ രാജമ്മ എന്നുള്ളത് ഇപ്പൊ ഞാൻ സിസ്റ്ററാണ് വിളിക്കുന്നത് അല്ലേ. ഇനിയിപ്പം കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വിളിക്കുവാണ്, എൻ്റെ രാജമ്മ എനിക്ക് വീട്ടിൽ ഭയങ്കര വിഷയം, നമ്മൾ എന്നാ പറയുന്നത്? സാരമില്ലെന്നേ, അങ്ങനെ ഇനി പറയരുത്. യേശു അത്ഭുതം ചെയ്യും. കണ്ടോ? യേശു ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുമെന്നേ. ചിലപ്പോൾ നിങ്ങൾ ആ പറഞ്ഞു വിടുന്ന വാക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടായാലോ. അടുത്തൊരു വിഷയം വരുമ്പോ രാജമ്മേ ഒന്ന് പ്രാർത്ഥിക്കണേ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുകയാണ്, സഹോദരി യേശുവിനെ അറിയണം കേട്ടോ, കർത്താവ് ചെയ്യും. കണ്ടോ? കേക്കും ഇരുന്ന്. ഇനി അതേ സ്ഥാനത്ത് രാജമ്മ എടുത്തു, രാജമ്മ പ്രാർത്ഥനിക്കുക എന്ന് പറഞ്ഞ രാജം പറയും, പിന്നെ എനിക്ക് 100,000 പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ പ്രാർത്ഥന. അതിനേക്കാൾ നല്ലത് രാജമ്മയുടെ ആ സഹോദരി എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ആരെന്ത് വിഷയം പറഞ്ഞാലും പറയും, യേശു ക്രിസ്തു പ്രവർത്തി. നിങ്ങളുടെ ഇരിക്കുന്ന അഭിഷേകം പുറത്തേക്ക് എടുക്കുക.
ഒന്ന് പറ വിശ്വാസത്തിന്റെ പ്രവൃത്തികളൊക്കെ. തന്നെ അഭിഷേകം പുറത്തേക്ക് ഒഴുകും. പത്രോസിന് വേണമെങ്കിൽ ആ വ്യക്തിക്ക് 1 രൂപ തൊട്ടിട്ടെടുത്തുകൊണ്ട് ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ പത്രോസ്ലീഹ എന്ത് ചെയ്തില്ല? തൊട്ടിട്ടില്ല. പകരം അവനെ എണീപ്പിച്ച് അവന്റെ കൂടെ പോയിരുന്ന് ആരാധിച്ചു. കണ്ടോ? അവിടെ അടുത്ത മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? സുവിശേഷം സ്പ്രെഡ് ചെയ്തു. അപ്പം സുവിശേഷത്തിന്റെ സാധ്യതകൾ നിങ്ങളുടെ അകത്തുണ്ട്. ബ്രദർ, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഗുണം? എന്റെ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും. അറിയാവോ? സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും. നിങ്ങൾക്ക് അറിയാവോ? ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം എവിടെ കിട്ടും? സ്വർഗത്തിൽ കിട്ടും. അല്ല, ഭൂമിയിലും ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും കിട്ടും. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. അപ്പൊ നിങ്ങൾ ആരും ഭയപ്പെടരുത്. സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നാളെ നമ്മുടെ കണ്ണൂര് അന്യഭാഷ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് എൻ്റെ ആത്മീയ സ്പിരിച്വൽ പിതാക്കന്മാർ എനിക്കുണ്ട്. ആത്മീയ പിതാക്കന്മാരിൽ ഒരു ആത്മീയ പിതാവ് ഞാൻ കുറേ കാലം കൂടി ഞങ്ങൾ നേരിട്ട് കാണാൻ ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹം യാദൃശികമായിട്ട് ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. അപ്പം ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന വിവരം അടുത്ത ദേവദാസന് അറിഞ്ഞു. പിന്നെ ആ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോയി. സർപ്രൈസ് ആയിട്ട് പോകാൻ വേണ്ടിയിരുന്നാണ്. പിന്നെ അവരെല്ലാം അറിഞ്ഞു ഞാൻ വരുന്ന കാര്യം. അങ്ങനെ അത് സർപ്രൈസ് മാറി. പിന്നെ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുമായിരുന്നു, എറണാകുളത്ത് ഒരു പ്രെയർ ടവർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതെൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞങ്ങളതിന് ശേഷം ഈ ബ്രദറിനെ, ഈ ദേവദാസനെ ലാസ്റ്റ് പരിചയം പുതുക്കാൻ വേണ്ടി പോയതാ. ഇതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല കേട്ടോ. എന്നോട് ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറയുന്നു എറണാകുളത്ത് തമ്പുരാൻ പ്ലാൻ ചെയ്യാൻ പോവാ. കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ ഇത്രയും നേരം അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ ഇടപെട്ടുകൊണ്ടിരിക്കുക, എറണാകുളത്ത് പ്രയർ ടവറിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് വലിയ കൺഫർമേഷനാ. അപ്പൊ എന്നോട് എന്നോണ്ട് വിശേഷം. ഞാൻ പറഞ്ഞ വിശേഷം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, കർത്താവ് വലിയൊരു ഉറപ്പ് തരികയാണ്. പ്രയർ, നമുക്ക് പ്രയർ സ്റ്റേഷൻ അല്ല, ലോകം മുഴുവൻ നമ്മൾ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ പറഞ്ഞു, ബ്രദർ ആളുകളെല്ലാം സഭയിൽ നിന്ന് കാട്ടുവാണ്. ഞാൻ ഒരാളും വരണ്ട എൻ്റെ പ്രയർ. എൻ്റെ മുമ്പിൽ എന്താ പറഞ്ഞത്, മലയാളികൾ, ഇന്ത്യക്കാര്, ഹിന്ദിക്കാര്, മറാഠികള്, ആഫ്രിക്കൻസ്, ചൈനക്കാര്, കൊറിയക്കാര്, പിന്നെ സ്പാനിഷുകാര്, ഇങ്ങനെ കിടക്കുക വലിയ കടല് പോലെ. നമ്മൾ ആരെയും പെറുക്കാൻ പോകുന്നില്ല. പകരം ലോകത്തിന് അട്ടത്തോളം പോയി സകല സൃഷ്ടിയെ നേടണം. നിങ്ങളുടെ വിളി അതാ പ്രിയരെ, നിങ്ങളുടെ വിളി അതാ പ്രിയരെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു മലയാളിയെ രോഗി സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെയും ആഫ്രിക്കൻസുകാരും സൗഖ്യമാകുന്നുണ്ട്. ഇതേ സെയിം പ്രാർത്ഥന തന്നെയാ. മലയാളി സൗഖ്യമാകുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇംഗ്ലീഷുകാർ സൗഖ്യമാകുന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് പല ഭാഷക്കാരും സൗഖ്യമാകുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവപ്രവർത്തിക്ക് ഭാഷയൊന്നും വിഷയമേ അല്ല. നിങ്ങൾ വീട്ടമ്മയാണോ? ആയിക്കോട്ടെ, തൊഴിലുറപ്പിന് പോവാ ബ്രദർ, എന്നെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ ലോകം മുഴുവൻ പിടിക്കാൻ. ദൈവം ഭാഷകൾ തരും, അറിയാവോ? പറയാത്ത ഭാഷകളെ തമ്പുരാൻ തരും. ഓ യേശുവേ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭിഷേകത്തെ ജ്വലിക്കുന്നത് പഠിക്കണം. അത് പഠിക്കാതെ പോയിട്ട് കാര്യമില്ല കേട്ടോ. അതെങ്ങനെയാ ജ്വലിപ്പിക്കാൻ പറ്റും? ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ആമേൻ. അപ്പൊ വലിയ കൃപയാൽ, അപ്പൊ എറണാകുളത്തുള്ളവര് നമുക്കൊരു പ്രയറിന്റെ ഹോള് വേണം. വലിയ ഹോളില്ലെങ്കിലും കുഴപ്പമില്ല. ആഗ്രഹം അന്യഭാഷാ പ്രാർത്ഥനകൾ തുടർച്ചയായി നടത്താനുള്ള എറണാകുളത്ത് നമുക്കൊരു സെറ്റപ്പ് വേണം. പിന്നെ ഞാൻ ചിന്തിക്കുക, പിശാചിന്റെ ആരാധനക്കാർക്ക് അതും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കുന്നതിന് എത്ര അധികം നന്മയാണ്. അപ്പൊ എറണാകുളത്ത് നമുക്ക് ഒരു സ്ഥലം വേണം. സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഹോള് പെർമനന്റ് ആയിട്ട് വേണം. അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു മാസത്തിൽ ഒന്നിനു വേണ്ടി അല്ല, എപ്പോഴും വന്ന് സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് പ്രയർ സ്റ്റേഷൻ. നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ കളക്ട് ചെയ്യുവാനും അവിടെ വെച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ വേണ്ടിയുള്ള സജ്ജീകരണമാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക. ഇനി ആർക്കെങ്കിലുമൊക്കെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തോന്നുക, ബ്രദറെ എനിക്കിതൊന്ന് വിട്ടുകൊടുക്കാൻ തോന്നുന്നു എൻ്റെ ഈ പോർഷൻ, അങ്ങനെ തോന്നിയാൽ 100% ദൈവാത്മാവ് നിർബന്ധിച്ചാൽ അതിനൊരു തടസ്സവുമില്ല. പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുക. പ്രയർ ടവറാണ് അത്. വലിയ കൺഫർമേഷനാണ്. അതിനുവേണ്ടി നമ്മൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. നാളെ കണ്ണൂര് അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. അതിനുശേഷം കോട്ടയത്ത് നമ്മളൊരു ഡെലിവറൻസ് മീറ്റിംഗ്, വെർച്വൽ മീറ്റിംഗ് വെക്കാൻ വേണ്ടി പോവാണ് കോട്ടയത്ത്. 2 രീതിയിലാണ് നമ്മൾ ഇനി അന്യഭാഷാ പ്രാർത്ഥനകളെ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ അനേകർ ഇടയിലേക്ക് സുവിശേഷത്തുമായിട്ട് ഇറങ്ങാൻ വേണ്ടി പോകും. നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളൂ സിസ്റ്ററെ, ഒരു പ്ലാനും വന്നിട്ടില്ല. ഹൃദയത്തിൽ ആലോചന വന്നിട്ടുള്ളൂ, കോട്ടയത്ത് വന്നിട്ടില്ല.
എനിക്കറിയാം നിങ്ങൾ ആവേശമുള്ളവരാണ്. ഇപ്പം തന്നെ കോട്ടയത്ത് എനിക്ക് വന്ന് നിങ്ങൾ റെഡിയാണ്. നോക്കിക്കപ്പോൾ അപ്പം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം. ഇന്ന് സുവിശേഷ മീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും രണ്ട് കാര്യമാണ്. കഴിഞ്ഞ ദിവസം ദേവാത്മ പറഞ്ഞു, നമ്മൾ പ്രവചന വരം മാത്രം പ്രത്യേക രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചന വരത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയത്ത് 2 പ്രാവശ്യം എൻ്റെ അകത്തൊരു, അത് എല്ലാവർക്കും പകരുവാനുള്ളതല്ല, ശ്രദ്ധിച്ചോണേ. കൃപാവരങ്ങളൊന്നും എല്ലാവർക്കും പകരാനുള്ളതല്ല. എല്ലാവർക്കും ദൈവമുണ്ട്. പക്ഷെ രക്ഷയുടെ അനുഭവത്തിലേക്ക് 100%. യേശുവിനെ അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാമോനെ സേവിക്കാൻ പോകും. 2 വള്ളത്തിൽ കാളുകുത്താൻ പോകരുത്, അപകടമാണ്. കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിച്ച് അതുകൊണ്ട് കൈവപ്പൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റൊന്നിനെ പിന്നെ അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്ന 2 കാലിലും കുത്തുന്നവരാകരുത്. അപകടമാണ്. ദൈവത്തിൻ്റെ കൃപാദാനത്തെ സ്വീകരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപകടമാണ്. കൃപാവരങ്ങൾ ലഭിച്ചവർ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്. അത് മസ്റ്റാണ്, നിർബന്ധമാണ് പ്രിയരെ, അല്ലെങ്കിൽ അപകടമാണ്. ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക 2 രീതിയിലാണ്. ഒന്ന് നമ്മൾ പ്രയർ സ്റ്റേഷനുകൾ, ലോകം മുഴുവൻ നടക്കുന്ന അന്യഭാഷാ പ്രാർത്ഥനകൾ, അന്യഭാഷ ഏത് രാജ്യത്തു നിന്നുള്ളവരായിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് കൂടാൻ 4 പേരെ ഉള്ളെങ്കിലും മതി, നമുക്ക് ഒരുമിച്ച് കൂടാം. ദേശങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇന്ത്യയിൽ നിങ്ങൾ നടക്കുന്ന കണ്ടല്ലോ, സുവിശേഷകരെ. ഞാനത് ഭയങ്കരമായ ദുഃഖകരമായ വാർത്തയാണ്. നമുക്ക് ഒരു 6-7 മാസം മുമ്പ് ചാണ്ടി എന്ന് പറഞ്ഞൊരു ദൈവദാസൻ, ചാണ്ടി എന്ന് പറഞ്ഞ ദൈവദാസൻ, നിങ്ങൾ UK നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഗുജറാത്തിലോ മറ്റ് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പം അദ്ദേഹത്തിന് ബെയിൽ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പീഡയിലൂടെ പല സുവിശേഷകരെ ഞാൻ കേട്ടിരിക്കുന്നത്, പല സുവിശേഷകരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുന്നു. UP ആണെങ്കിൽ നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യ ഇപ്പം, കേരളം ഇപ്പോൾ സുവിശേഷ വിരോധികളാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവമക്കള് നിങ്ങളോർക്കും, എനിക്കിപ്പോൾ ഒരു പ്രധാനം, ഞങ്ങളുടെ നാട്ടിലൊരു കുഴപ്പമില്ല പ്രിയരെ, നാളെ നിങ്ങളുടെ നാട്ടിലും വരാം, നിങ്ങളുടെ നാട്ടിലും വരാം. അപ്പൊ നിങ്ങൾ ശക്തിയില്ലാത്ത വിശ്വാസിയാണെങ്കിൽ, അഭിഷേകത്തിന്റെ ജ്വലനമില്ലാത്ത വിശ്വാസിയാണെങ്കിൽ നിങ്ങളെയും അത് വിഴുങ്ങും. അഭിഷേകത്താൽ നിറയപ്പെട്ടൊരു വ്യക്തിയെ തൊടാൻ കഴിയത്തില്ല. കണ്ടോ? അഭിഷേകത്തിന്റെ നിറവുള്ളവനെ തൊടാൻ കഴിയത്തില്ല. നിഴലെ പോലും ശക്തി അടിക്കും. അപ്പൊ അതിൽ ബലപ്പെടണം. അന്യഭാഷാ പ്രാർത്ഥനകളിൽ നിറയണം. അന്യഭാഷാ പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കും. 2 രീതിയിലാണ്. ഡെലിവറൻസ് മീറ്റിങ്ങുകളും അന്യഭാഷാ പ്രാർത്ഥനയും ഇനി മുതൽ 2 നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തിനാണ് ഡെലിവറൻസ് മീറ്റിംഗ് വെച്ചതെന്ന് വെച്ചാൽ, അനേകർക്ക് സൗഖ്യങ്ങളെ ദൈവം ചെയ്യുന്നു, വിടുതലുകളെ കൊടുക്കുന്നു. അപ്പം ചിലപ്പോൾ സൂം ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ട്, യൂട്യൂബിൽ കയറാൻ അറിയാത്തവരുണ്ട്, വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. അവരോട് പറയുന്നത് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്, യേശു അവരെ തൊടും. ഞാൻ വെർച്വലി വരാൻ ആഗ്രഹിക്കുന്നത്, അതായത് സ്ക്രീനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്യഭാഷയിൽ വരുന്ന പോലെ തന്നെ പല പട്ടണത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ആദ്യം നമ്മൾ കോട്ടയത്ത് ഒരു പ്രാർത്ഥന വെക്കുന്നു. വെർച്വൽ മീറ്റിംഗ് ആണ്. സൂമിൽ ഞാൻ ഇതുപോലെ സ്ക്രീനിൽ വരികയാണ്. പക്ഷെ ദൈവം തൊടും. നിങ്ങൾക്കറിയാം, നമ്മൾ ലൈവ് അന്യഭാഷ പ്രാർത്ഥന കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദൈവം അതിൽ തൊടുന്നു ജനങ്ങളെ. അപ്പൊ കൃപയാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം, സുവിശേഷം നമ്മൾ അറിയിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരം പാഴാക്കരുത്. എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം. ഇതിലെല്ലാം കർത്താവ് നമ്മളെ ഉയർത്തും, സാധ്യതകൾ. അപ്പം കണ്ണൂരുള്ളവരെ, നാളെ നമുക്ക് ഒരുമിച്ച് കണ്ണൂർ, നമുക്ക് ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പരസ്പരം ആ കൃപാവരത്തെ ഉപയോഗിക്കാൻ വേണ്ടി പോണേ. രോഗികളായി വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വേദനകളാൽ ഭാരപ്പെടുന്നവര്, ഈ താടി എല്ലിന്റെ അവിടെ, തീർച്ചയായിട്ടും നമുക്ക് UK നൈറ്റ് പ്രെയർ ഉണ്ട്. ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ UK ദൂരെ കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആരും നിർബന്ധിക്കാൻ, പ്രത്യേകിച്ച് 12 മണി കഴിയും പ്രാർത്ഥന കഴിയുമ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ UK പിന്നെയാണ് മനസ്സിലാക്കിയത്, ഞാനാണ് ഏറ്റവും അറ്റത്ത് കിടക്കുന്നയാള്. പലപ്പോഴും നമ്മൾ അടുത്ത് പ്രാർത്ഥന വെക്കുന്ന സമയത്താണ് എല്ലാവരും പറയും, ബ്രദർ ഞങ്ങളെല്ലാവരും അടുത്താണ്, ബ്രദറാണ് ഏറ്റവും. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നിങ്ങളെല്ലാവരും ദൂരെ എന്നാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനാണ് ഏറ്റവും അറ്റത്തിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയാണ് എല്ലാവർക്കും ദൂരെ കൂടുതൽ. അപ്പോൾ ഡിസംബർ 31 ഈസ്റ്റ് ബോൺ ആണ്, ഈസ്റ്റ് ഹാം അല്ല, ഈസ്റ്റ് ബോൺ UK 31 പ്രയർ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയിൽ രാത്രിയിൽ വരാൻ 8 മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കും. 8 മുതൽ രാത്രി 8 മണി UK ടൈമാണ്. ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോഴേക്കും ഏകദേശം രാത്രി 1 മണിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 8 മണി. ഇനി ഓൾ നൈറ്റിലേക്ക് ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിർബന്ധമില്ല, കൂടാൻ താല്പര്യമുള്ളവർക്ക്, ഇനിയിപ്പോൾ ചർച്ചിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളവർ അതിൽ പങ്കുചേരാം. UK ടൈം 8 മണി മുതൽ 12 മണി വരെ നമ്മൾ പ്രാർത്ഥനയും അന്യഭാഷയും വചനവും ഇങ്ങനെ വർഷിപ്പും എല്ലാം മിക്സ് ചെയ്ത് പോവാണ്.
2026 പരിശുദ്ധാത്മാവ് തന്ന പുതിയ ആ ആത്മീയ ദൂതും ഞാനത് കൈമാറുന്നുണ്ട്. 2026 അത് സംസാരിക്കുന്നതായിരിക്കും, ദൈവത്തിന്റെ ആലോചനകൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ദേവദാസിനടുത്ത് പോയ സമയത്ത് വലിയൊരു ട്രെയിൻ അപകടം ഞാൻ കാണുമായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന്. ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ മറിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്താണോ അതിന്റെ അകത്ത് നിൽക്കുന്നത്, ഏതോ ഒരു സ്ഥലത്ത് അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് ആപത്തും അനർത്ഥങ്ങളും ഉണ്ടാകാത്തത് വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ ദൈവം രാജ്യങ്ങളോടുള്ള ദൂതുകളെ ദൈവം നമ്മളെ അറിയിക്കും കേട്ടോ. രാജ്യങ്ങളോടുള്ള ആലോചനകളെ ദൈവം റിവീൽ ചെയ്യും. അപ്പൊ ഡിസംബർ 31 വരാൻ ആഗ്രഹിക്കുന്നവര്, ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്ന്. ബ്രദർ, എനിക്ക് നഷ്ടമില്ല, കർത്താവിന്റെ നാമത്തിലല്ല, ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. വീട്ടിൽ ഇരുന്നാലും ചുമ്മാ ഇരുന്ന് ഉറങ്ങത്തേ ഉള്ളൂ. എന്നാൽ എനിക്ക് കർത്താവിന്റെ നാമത്തിൽ ആ ഡിസംബർ മാസത്തിൽ എനിക്ക് ആരാധിച്ച് കയറണം. ജനുവരി പുതിയ വർഷം എനിക്ക് ആരാധനയോടെ കയറണമെന്ന് ആഗ്രഹമുള്ളവര് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. പക്ഷെ നേരത്തെ അറിയിക്കണം. ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം, അല്ലാതെ വരരുത്. കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗസൗഖ്യത്തെയും കൃപാവരങ്ങളെയും ഞാൻ ദൈവിക ആലോചന, പ്രത്യേകിച്ച് പ്രവചന വരത്തിന്റെ പകർച്ച നേരിട്ട് വരുന്ന സമയങ്ങളിൽ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പ്രവചന വരം തരത്തിൽ എന്നുള്ള ആശയമല്ല, കൃപാവരം നിങ്ങളുടെ അകത്തുണ്ട്. അത് അങ്ങോട്ട് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും, പ്രവചനപരത്തിന്റെ കുറെ കാര്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ കൃപാവരം, പ്രവചനപരം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രവചനപരത്തെ പറ്റി ചോദിക്കുന്നില്ല. നിങ്ങളുടെ അകത്ത് പകർച്ച ഉണ്ടാകും. അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളത് പിന്നീട് പറഞ്ഞു തരാം, എങ്ങനെയാണ് പ്രവചനവരം ഉപയോഗിക്കുന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ആ പ്രവചനവരത്തിന്റെ അത് ജ്വലിക്കും നിങ്ങളുടെ അകത്ത്. ദൈവം തന്നാൽ ഞാനത് എന്നോട് ഇടപെടുവാണ്. ആ വ്യക്തിക്ക് വെളിപ്പെട്ട കാര്യങ്ങൾ ദൈവാത്മാവിലൊന്ന് റിവീൽ ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ പറയാനുള്ള ചാടി നിങ്ങൾ പറയരുത്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയാത്തതുണ്ട്, ചില കാര്യങ്ങൾ പറയേണ്ടാത്തതുമുണ്ട്. ശ്രദ്ധിച്ചോണേ. ചില കാര്യം പറയേണ്ടത് കൊണ്ട് എനിക്ക് ആദ്യ സമയത്ത് അറിയത്തില്ലായിരുന്നു ഈ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ തരുന്ന എല്ലാം ഞാൻ പറയുമായിരുന്നു, വേർഡ് ഓഫ് വിസ്ഡം എല്ലാം പറയുമായിരുന്നു. അതിന്റെ നിമിത്തം പല കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി, പരിജ്ഞാനത്തോടു കൂടെ കൃപാവരം ഉപയോഗിക്കുവാൻ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവചനവരം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വരമാണ് പ്രവചനവരം പലപ്പോഴും. അതുകൊണ്ട് അതിനെപ്പറ്റി എക്സ്ട്രാ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് നേരിട്ട് വരുന്ന സമയങ്ങളായിരിക്കും കൂടുതൽ ഞാൻ അതിനെപ്പറ്റി എടുക്കുന്നത്. അതിന് ശേഷമേ ഉള്ളൂ നമുക്ക് ബാക്കി കാര്യങ്ങളെ ഞാൻ അതിനു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ തലത്തിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പം ഇനി ദൈവം നിയോഗം തന്നാൽ വീണ്ടും നമ്മൾ തുറക്കും. അപ്പൊ ഈ സമയത്ത് വേദനകളാൽ ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ ഏതെങ്കിലും വേദന, രോഗം, പ്രയാസം എന്നിങ്ങനെ ഇതുപോലെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇന്ന് ദൈവമക്കളെ ആ കൃപാവരത്തെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണേ. ആ വേദന ഉള്ളവരോടൊന്ന് ഇനി കേട്ടെ വേദന ഉള്ളവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക്. വേദന ഉള്ളവർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന മാർച്ച് മാസത്തിൽ ജനിച്ച തലമുറയുള്ള വ്യക്തി ആരാ? മാർച്ച് മാസത്തിൽ ജനിച്ച തലമുറയുള്ള എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ജനിച്ച വ്യക്തിയുള്ള കുടുംബം ഏതാണോ, തലമുറയുള്ള വ്യക്തി ഏതാണോ? പേരെന്തുവാ? പേരെന്തുവാ? ഒരു മിനിറ്റ്. ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഞ്ജലി എന്ന് പറഞ്ഞൊരു പേര് കണ്ടുകൊണ്ടിരിക്കുക. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ജലി എന്നൊരു പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അഞ്ജലി എന്നുള്ളത് ചിലപ്പോൾ കുടുംബത്തിന്റെ അകത്തുള്ളതായിരിക്കാം, ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അഞ്ജലി എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബവുമായിട്ടുള്ളത് ഒരു സഹോദരി കുടുംബമാണ്. എന്റെ സഹോദരന്റെ മോൾ അഞ്ജലിയാണ്. ഈ പറഞ്ഞ മാർച്ച് മാസത്തിൽ ജനിച്ച ആരാ? അവളാണ്. ഈ പറഞ്ഞ പോലെ ഈ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിച്ചത് ആരാ? ഒരു മിനിറ്റ്, ഞാൻ കേട്ടത് മാർച്ച് മാസത്തിൽ ജനിച്ച എ എന്ന അക്ഷരത്തിൽ, ഞാൻ എ എന്ന അക്ഷരം മാത്രം ആദ്യം കണ്ടല്ലോ. ഒരു തലമുറയുള്ള കുടുംബം, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഞ്ജലിയും ബന്ധമുള്ള ആളാരാ? അത് മാത്രം. ഇനി ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ എന്ന് സ്വീകരിച്ചോണം. ആ ഭവനത്തിന്റെ മേൽ ഞാൻ ഒരു കാഴ്ച കാണുവാണ്. ഒരു 7 സെന്റ് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട
7 സെന്റ് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുവാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ആ വ്യക്തിയുമായിട്ട് അതാരാ സിസ്റ്റർ ബന്ധപ്പെട്ടത്? പറയാൻ വേണ്ടിയാണത്. എന്റെ കൊച്ചുമോളാണ് അനുരള്. മാർച്ച് 14 എന്റെ നാത്തൂന്റെ മോളാണ് അഞ്ജലി. ഈ 7 സെന്റ് സ്ഥലം എന്തുവാ? 7 സെന്റ് സ്ഥലം നമ്മുടേത്. ഒരാൾക്ക് നമ്മളെ ചെയ്യാൻ പോയിരുന്നത് നമുക്ക് തിരിച്ചു കിട്ടിയില്ലായിരുന്നു. അതിന് നമ്മൾ കേസ് ഇട്ടായിരുന്നു. കേസ് ജയിച്ചിരുന്നത്. ഇനി അത് നമുക്ക് മേടിക്കണം. ആ കേസ് ജയിച്ചു. ഇന്ന് അതിന്റെ മേൽ നിൽക്കുന്ന സകല ശക്തികളെ വിട്ടുമാറുകട്ടെ. 7 സെന്റിന്റെ മേൽ നിൽക്കുന്നത് കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഇതിനെ വെട്ടിമാറ്റുന്നപ്പോ യേശുവിനെ അത് അനുഭവിക്കട്ടെ. അതിന്റെ പിന്നിൽ വ്യാപരിച്ച ദുഷ്ടനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ പറഞ്ഞിട്ടെടുത്തു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇനി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. അവരോടൊന്ന് പറഞ്ഞ് യേശു ഒന്ന് കൽപ്പിച്ച്, അവർക്ക് വേണ്ടി കൽപ്പിച്ച് യേശു എന്നാ പറയാൻ വേണ്ടി നിങ്ങൾ പോകുന്നത്? ഒരു രോഗിയോട് നിങ്ങൾ പറയാൻ വേണ്ടി യേശു സാക്ഷാൽ തന്റെ ശരീരത്തിൽ രോഗം വഹിച്ചു. ഉറക്കെ പറഞ്ഞു. സാക്ഷാൽ വേദനയെ വഹിച്ചു. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വഹിച്ചു. ഒന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച്. കൽപ്പിച്ച് യേശുവിനത് രോഗികൾ കൽപ്പിച്ച. വേദന ഉള്ളവർ കൈയെടുത്ത് വെച്ച്, വേദനയാൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് യേശുവേ ഞങ്ങളുടെ അടിപ്പിണരുകളാൽ. ഇത് സുവിശേഷകരുടെ യോഗമാണ്. കൽപ്പിച്ച് ഇപ്പൊ ചോദിക്കും. ഇതിന് ശേഷം വേദന ഉള്ളവരെ കൈയെടുത്ത് വെച്ച് കൈവച്ച് യേശുവേ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അടിപ്പിണരുകളാൽ അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവേ സൗഖ്യത്തിന്റെ ശക്തി in the name of Jesus Christ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ്, സൗഖ്യത്തിന്റെ ശക്തി. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. യേശുവേ ആമേൻ. ഇനി ആ വേദന ഉണ്ടായിരുന്നു പറഞ്ഞവര് മാത്രം മ്യൂട്ട് മാറ്റിക്ക്. എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഞാനായിരുന്നു പറഞ്ഞൊന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായ വ്യത്യാസങ്ങളൊന്ന് ഷെയർ ചെയ്തേ. എന്നാ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഉണ്ടായ വ്യത്യാസം നോക്കിക്കേ. വേദനയിൽ അല്പം കുറഞ്ഞതേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മാറിയില്ല. അടുത്തയാള് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അടുത്തയാള് എനിക്കും അതേപോലെ കുറച്ച് മാറിയിട്ടേ ഉള്ളൂ. അടുത്തയാള് പൂർണ്ണ സൗഖ്യം. എനിക്ക് പൂർണ്ണ സൗഖ്യമായിട്ടില്ല, കുറച്ച് മാറിയിട്ടുണ്ട്. പൂർണ്ണ സൗഖ്യമായവരാരാ? പൂർണ്ണ സൗഖ്യമായവര്. ഇനി ആ കുറച്ച് വ്യത്യാസം വന്നവരുന്ന ഇനി ഒന്ന് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഒന്ന് കൽപ്പിച്ച് ഒന്ന് കൈവച്ച നിങ്ങൾ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രോഗത്തെ വഹിച്ചു. കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ അനുഭവിച്ചു. കൈവച്ചു. ആ പകുതി സൗഖ്യം അങ്ങോട്ട് പൂർണ്ണമാകുക. in the name of Jesus Christ. Hallelujah. Rasete mekele rike sekeniandere arpana rika mazosha kela rika masiandere. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റാഷല ബനാസി തെരേബെ അർത്തേനിയ റീക മസോകെ ലെബേരിയ അർഥന റീക മസോഷ കേരിയാന്തരെ അർഥന റികാഡ ദൽഖന സെൻഡാസിയാന്തരെ. യേശുവിന്റെ നാമത്തിൽ കൈവെടുത്ത് വെച്ച് ആ കൈവച്ചത് പറയാം. യേശുവിന്റെ രോഗത്തെ വഹിച്ചു. യേശുവിന്റെ വേദന പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി
വേദന വില കൊടുത്തതാ, വില കൊടുത്തതാ, വില കൊടുത്തതാ, വില കൊടുത്തതാ, വില കൊടുത്തതാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുന്നപ്പാ. ആ വേദനകളെ ഞങ്ങൾ പുറത്താക്കുന്നു, ആ വേദനകളെ പുറത്താക്കുന്നു, വേദനകളെ പുറത്താക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദന ഉള്ളവരും ആ പ്രാർത്ഥിച്ചവരും ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പൊ എന്നാ വ്യത്യാസം? ബ്രദർ, ആ എന്റെ അമ്മ ഛർദിലായിട്ട്, ഭയങ്കര ഛർദിലായിട്ട് നാട്ടില് സുഖമില്ലാതിരിക്കുന്ന പാസ്റ്റർ, ഒരു വാക്ക് പ്രാർത്ഥിക്കണേ. കർത്താവേ, ഞങ്ങൾ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ രോഗശക്തി വിട്ടുമാറട്ടെ, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു വ്യത്യാസമുണ്ട്, പൂർണ്ണമായ ഒരു മാറ്റം എനിക്കുണ്ടെന്ന് പറയുന്ന ആളുകൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ബ്രദറെ, എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ മുട്ട് മടക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ വേദന മാറിയിട്ടുണ്ട്. നേരത്തെ മുട്ട് മടക്കാൻ പറ്റുന്നില്ലായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. ഓ, യേശു ഇപ്പൊ സൗഖ്യമാക്കി. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കണ്ടോ, നിങ്ങളുടെ കൃപാവരങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചല്ലോ. പ്രത്യേകിച്ച് നാളത്തെ പ്രയർ സ്റ്റേഷനിലും ഇതേപോലെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രോഗികൾക്ക് വേണ്ടി നിങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ആൾക്കാര്. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ബ്രദറെ. ഒരു 2 മാസത്തിന് മുൻപേ എന്നെ 2 പേര് വഴിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞത്, യേശുവിനെ കുറിച്ചുള്ള വചനങ്ങൾ കുറച്ച് പറഞ്ഞു തരാൻ സമയമുണ്ടോന്ന് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ സമയമില്ല, ഞാനൊരു അത്യാവശ്യമായിട്ട് പോവുകയാണ്, അപ്പൊ എപ്പോ വിളിക്കട്ടെ, നിങ്ങൾ നമ്പർ തരുമോന്ന് കേട്ട് ഞാൻ നമ്പർ കൊടുത്തു ബ്രദറെ. നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരം ഒരു 7:30 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ യേശുവിന്റെ കാര്യങ്ങളും, യേശുവിന്റെ ജനനം മുതലുള്ള മരണം കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് സമയം ഇപ്പൊ എനിക്ക് പറ്റില്ല, എനിക്ക് 9:30 എനിക്ക് സൂമിൽ കയറി എനിക്ക് പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഈ യേശുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകരുത്, ശനിയാഴ്ചയാണ് പോകാനുള്ളതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഇത് കേൾക്കണ്ട, എനിക്ക് 9:30 പ്രാർത്ഥന കേട്ടാൽ മാത്രം മതി, ഇനി എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു ബ്രദറെ. അപ്പൊ വീണ്ടും പിറ്റേ ദിവസം ആയപ്പോഴും അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ വീണ്ടും ദോഷത്തിലോട്ടാണല്ലോ പോകുന്നത്, ഞാൻ പറഞ്ഞതല്ലേ അമ്മ, ശനിയാഴ്ച മാത്രമേ പ്രാർത്ഥന കേൾക്കാവൂ, പ്രാർത്ഥനയ്ക്ക് പോകാവൂ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ സൂമിൽ കയറി ബ്രദറിന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്, ഞായറാഴ്ച ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം വീണ്ടും വേറൊരു നമ്പറിൽ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ എടുക്കാതിരുന്നപ്പോ വേറൊരു നമ്പറിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രദറെ, എനിക്ക് പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്നില്ല, സൂമിൽ കയറിയ എനിക്ക് എപ്പോഴും തലവേദനയും മണ്ടപ്പെരുപ്പും ഉറക്കം. എന്റെ മോൾ എന്നെ വഴക്ക് പറയുന്നു, അമ്മ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോ അമ്മ എന്തിനിങ്ങനെ ഉറങ്ങണമെന്ന് പറഞ്ഞ് വഴക്കും പറയുന്നതിന് ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പ്രാർത്ഥന പൂർത്തിയാക്കാനായിട്ട്. അതിന് ഞാൻ ഇനി എന്ത് ചെയ്യണം ബ്രദറെ, ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കുക സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭാരം തരുന്നതല്ല സുവിശേഷ യോഗങ്ങൾ, സമാധാനം നൽകുന്നതാണ് കർത്താവ് അതിനു വേണ്ടി ഒരുക്കും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുകളയുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ ഈ സമയത്ത് പറഞ്ഞ്, ഇപ്പൊ അവർ പറഞ്ഞതുപോലെ മുട്ട് മടക്കാൻ കഴിയത്തില്ലായിരുന്നു, യേശു അത്ഭുതം ചെയ്തു. മറ്റാരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തേ. ഇത്രയും നേരം ആ വേദന ഉണ്ടായിരുന്നു പറഞ്ഞ ആൾക്കാരും അല്ലാതെ പറഞ്ഞ് വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാര് 2 പേരും പോയോ? എനിക്കും കുറച്ച് ദിവസമായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നേ, ഇപ്പൊ മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറി. ആമേൻ. അടുത്തയാൾ അത് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലേ? പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ബ്രദറെ, കുറച്ചും കൂടെ ഉണ്ട്. കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കി, ഇപ്പൊ വരും ഞാൻ. അടുത്തയാള് കൈവച്ചേ, സിസ്റ്റർ കാര്യം ചെയ്ത്, ഇനി സിസ്റ്റർ കൈവച്ചേ പറയാം. സിസ്റ്റർ കൈവച്ചേ, കൈ എടുത്ത് വെച്ച്.
കൈ വെച്ചിട്ട് ഇപ്പൊ മുതല് പറയുക, യേശു എന്റെ രോഗത്തെ കുറച്ചല്ല, എന്റെ മുഴുവൻ വേദനയും. യെശയ്യാവിൽ 53 പറഞ്ഞ്, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ ചുമന്നു, കർത്താവിന്റെ അടിപ്പിണർ എനിക്ക് ഇച്ചിരി അല്ല പൂർണ്ണ സൗഖ്യം. ആ കൈ അവിടെ വെച്ചിട്ട് ഇപ്പൊ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, അപ്പൊ പൂർണ്ണ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. കൽപ്പിച്ചുകൊണ്ടിരിക്കുക, നിർത്തണ്ട, കൽപ്പിച്ചുകൊണ്ടിരിക്കുക. വേദന പൂർണ്ണം. അല്പം തരുന്നിട്ട് അല്പം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അത് കംപ്ലീറ്റ് ആക്കാനും പറ്റും കേട്ടോ. ഒന്ന് കൽപ്പിച്ച് ഇപ്പൊ ചോദിക്കുക അവസാനം. അടുത്തയാള് ചെക്ക് ചെയ്ത് മ്യൂട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നാ മതി. ബാക്കി അടുത്തയാള്, ശരീരത്തിന്റെ മേലെ സൗഖ്യം അനുഭവിക്കുന്ന ആള്. എന്നാ പറ്റിയതാ? ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മുട്ടിയത്. ആ സഹോദരി പറയുന്ന ആള് മാത്രം ഒന്ന് മൈക്ക് എന്താ പറഞ്ഞത്? എന്നാ പറ്റിയ സഹോദരി? കാലിന് പുറ്റുവേദനയായിരുന്നു. കാലിന്റെ ഇപ്പം ഒരു കുറവുണ്ടെന്നാണോ മാറിയെന്നാണോ? ഒരു മിനിറ്റ്, നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ബാക്കി എല്ലാവരും, ഞാനിത് അൺമ്യൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അൺമ്യൂട്ട് മാറ്റുന്നതിന്റെ കാര്യം ഇതാണ്. ആൾക്കാർക്ക് പറയാൻ വേണ്ടി, പക്ഷെ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റുമ്പോൾ ആൾക്കാർ പറയുന്നതും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അവസ്ഥയായി പോകും. സൗഖ്യമായവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്താണ് മ്യൂട്ട് ചെയ്യുന്നത്? എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ്. പറയുന്നവരും പറയാത്ത എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റും. ഓക്കെ, ഇതിന്റെ അകത്ത് സൗഖ്യം, ശരീരത്തിൽ പൂർണ്ണ വിടുതൽ എനിക്ക് അനുഭവിച്ചു എന്ന് ഉറപ്പുള്ളവര്, അല്പം ആശ്വാസമുള്ളവര് കൈ വെച്ചിട്ട് പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണം. ആശ്വാസം തമ്പുരാൻ തന്നെങ്കിൽ പൂർണ്ണ സൗഖ്യം തരാനും ദൈവശക്തനാണ്. ബാക്കിയുള്ളവര്, സാക്ഷ്യമുള്ളവര് മ്യൂട്ട് മാറ്റി, പൂർണ്ണ സൗഖ്യം ലഭിച്ചവര് മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് എന്താണോ കർത്താവ് നിങ്ങൾക്ക് ചെയ്ത സൗഖ്യം അത് മാത്രം പറയുക. സാക്ഷ്യമുള്ളവർ പറ. ബ്രദർ, എനിക്ക് വൈകിട്ട് തൊട്ട് പെടലി തൊട്ട് നട്ടിൽ നല്ല പെയിൻ ആയിരുന്നു. എനിക്ക് മീറ്റിംഗ് തുടങ്ങിയ സമയത്തൊന്നും ഇരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എരിവിന് കൊണ്ടങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയം തൊട്ട് നല്ലൊരു മാറ്റം വന്നു. പിന്നെ ഇടയ്ക്ക് കുറെ ചെയ്യുന്ന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് ആ വേദന പൂർണ്ണമായിട്ടൊരു യേശുവെ അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് മ്യൂട്ട് മാറ്റാൻ കഴിയുന്ന അന്തരീക്ഷത്തിലാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. സൗഖ്യം എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നവർ മാത്രം മ്യൂട്ട്. ഒന്ന് ചെക്ക് ചെയ്ത് കൈയും കാലും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കേ. എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ വ്യത്യാസം? ഒന്ന് എണീറ്റ് നടന്നൊക്കെ നോക്കിക്കുക. നടക്കാൻ പറ്റാത്തവരൊക്കെ നടന്ന യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൂർണ്ണ വിടുതലുണ്ടെന്ന് തോന്നുന്നവർ, തോന്നുക എന്നല്ല, അനുഭവിക്കുന്നവർ മാത്രം മൈക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. താങ്ക് യു ജോസഫ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രദറെ പറഞ്ഞോ. ഞാനൊരു സർജറി കഴിഞ്ഞ് ശ്രമിക്കുകയായിരുന്നു 2 ആഴ്ചയായിട്ടേ. ഞാൻ ഈ പ്രേയറിന് മിക്ക ദിവസങ്ങളിൽ കയറാറുണ്ടായിരുന്നു. മിക്കവാറും സൂമില് അല്ലെങ്കിൽ യൂട്യൂബിൽ. എന്റെ വേദന, സർജറിയുള്ള ഭാഗത്തെ വേദന പൂർണ്ണമായി തന്നെ പോയെന്ന് ഞാൻ പറയാം. ഇപ്പം ഒട്ടും തന്നെ വേദനയില്ല. ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. വേദന എന്റെ പൂർണ്ണമായി. ഇത് വലിയൊരു അത്ഭുതമാണ്. സർജറി നിമിത്തം ശരീരത്തിൽ വേദന ഉണ്ടായിരുന്ന ആളായിരുന്നു, എന്നാൽ ഇപ്പോൾ രോഗസൗഖ്യ സമയത്ത് കൈവച്ചു. മകനെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ ആ വേദന പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശു, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇന്ന് പ്രാർത്ഥിപ്പിച്ചതിന്റെ കാരണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരം അനേകരെ ഈ ഹോളിൽ നിന്നും, ഈ സൂമിൽ നിന്ന് പുറത്തിറങ്ങണം. നമ്മള് സൂമിലുള്ളവരെ മാത്രം സൗഖ്യമാക്കിയാൽ പോരാ, സൗഖ്യത്തിന്റെ സുവിശേഷം അറിയിച്ച്. എന്തിനുവേണ്ടി സൗഖ്യമാക്കുന്നത്? നിങ്ങളിലൂടെ യേശു പ്രവർത്തിക്കുന്നതിന്റെ കാരണം സുവിശേഷം അറിയിക്കണം, സുവിശേഷകരാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓരോ വ്യക്തിയും സുവിശേഷം പറയുന്നവരാണ്. നിങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളാണ്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, അയൽവക്കത്തായിക്കോട്ടെ, നിങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാണ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് സാക്ഷ്യം പറയാനുള്ളവര്
പാസ്റ്ററെ, എനിക്ക് 3 മാസമായിട്ട് കാലിന്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു. ഉം, അതൊന്ന് തട്ടിപ്പോയതാണ്. അപ്പൊ ഉം, വേദന കാരണം ഞാൻ വൈദ്യരുടെ പോയി 2-3 പ്രാവശ്യമായിട്ട് വൈദ്യരുടെ ചികിത്സ ചെയ്തു, ഉം. കുറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു. എന്നിട്ടും 1 മാസം മരുന്ന് കഴിച്ചു, എന്നിട്ടും മാറിയില്ല. എന്നിട്ട് പിന്നെ എക്സ്റേ എടുത്തിട്ട് ചെല്ലാനായിട്ടാ പറഞ്ഞത്. ഞാൻ പിന്നെ പോയിട്ടില്ല. ആ ഈ സമയത്ത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഓ, ഇത് നിങ്ങൾ വലിയൊരു സാക്ഷ്യമാണ് കേട്ടോ പ്രിയരെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ കേട്ടെ, നമ്മൾ രോഗസൗഖ്യത്തിന്റെ കൃപാവരത്തെ എന്ന സൗകര്യ പറയുകയാണ്. 3 മാസമായിട്ട് വൈദ്യന്റെ അടുത്ത് പോയിട്ട് തിരുമിച്ചു മാറ്റമില്ല. ഡോക്ടറെ കാണിച്ചു, 1 മാസം മരുന്ന് കഴിച്ചു, ഒരു മാറ്റമില്ല. ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇന്ന് ഇപ്പോൾ ഈ രോഗസൗഖ്യ പൂർണ്ണ സൗഖ്യമായ അവിടെ പോയോ? പൂർണ്ണ സൗഖ്യമായി. ഓ യേശു അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രി. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് പറഞ്ഞു. ഹലോ ബ്രദറെ, ആ ബ്രദറെ ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഇപ്പൊ ഒരു 2ാമത്തെ ആഴ്ച ചെയ്തു കേട്ടോ. ഞാനിങ്ങനെ ഇതേപോലെ തന്നെ ഈ സൂമിൽ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ കഴിഞ്ഞ ദിവസങ്ങളില് മൊബൈലില് വീഡിയോ ചീത്ത ഇത് വന്നല്ലോ. അതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആദ്യത്തെ ദിവസങ്ങൾ ഇങ്ങനെ ചീത്ത ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് ഈ ഭയങ്കര ഒരു ശല്യം ചെയ്യുമായിരുന്നു. ഞാൻ എന്നിട്ട് അന്നേരം ഇത് സൗണ്ട് കൂട്ടി കൂട്ടി വെച്ചോണ്ടിരുന്നു. അന്നേരം ആ മനുഷ്യന് അത് സൗണ്ട് കൂട്ടി കൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂലായിരുന്നു. ഞാൻ എന്നിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ എന്റെ സൗണ്ട് കുറഞ്ഞ് നമ്മുടെ ഈ സൂമിലെ പ്രാർത്ഥന തീരുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വെളുത്തപ്പം അടുത്തുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ ഞാൻ വീട് ഇങ്ങനെ തൊട്ടായി കാരണം ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്താലും ആ വീട്ടിൽ കേൾക്കും, അത്രയും അടുത്തുള്ള വീടാ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതേ സമയത്ത് തന്നെ സൂമിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ചുമ്മാ അങ്ങനെ ആ വ്യക്തി, ഞാൻ തെളിച്ച് പറയുന്നില്ല, പറയാൻ കൊള്ളത്തില്ല, അതേപോലത്തെ ഒരു സംഭവം നമ്മൾ പെരക്കാത്തിരിക്കുമ്പം കാണുന്ന രീതിയിൽ ആ മനുഷ്യനിങ്ങനെ മുറ്റത്തോടെ ഇറങ്ങി ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ജനലിന്റെ കർട്ടനൊക്കെ വലിച്ചിട്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം പിറ്റേ ദിവസം ഞാനിങ്ങനെ അന്നേരം ഞാൻ അയൽവക്കത്തുള്ളവരോട് പറഞ്ഞു എന്നപ്പോ അവരൊന്നും അവരങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിന്റെ 3-ാം ദിവസം ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ ശരിക്കും ബ്രദർ പറയണ പോലെ വെട്ടി പ്രാർത്ഥിച്ച് എനിക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാനേ പോയില്ല. പിന്നെ ഇങ്ങോട്ട് അങ്ങനെ ഒരു ശബ്ദം കേൾക്കാനൊന്നും ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. നന്ദി കർത്താവേ, ഇടപെട്ട കൃപയ്ക്ക്. നമുക്ക് വിരോധമായിരിക്കുന്ന സകലത്തെയും ദൈവാത്മാവ് വെട്ടിമാറ്റും. കൽപ്പിച്ചോണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരല്ല, നമ്മൾ പിടിച്ചടക്കുന്നവരാണ്. കർത്താവിന് ഇടപെട്ട കൃപയ്ക്ക് നന്ദി പറയാം. നമുക്ക് വിരോധമായി വരുന്ന ഏത് വ്യക്തിയെയും യഹോവ നമ്മുടെ തോൽക്കുമാറാക്കും. കർത്താവിന്റെ സാക്ഷിയാക്കി മാറ്റി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു ബ്രദറ് മിനിഞ്ഞാന്ന് ബ്രദറ് പ്രയർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇതില് യൂട്യൂബില്. അന്ന് ബ്രദറ് ഒരു മെസ്സേജ് പറഞ്ഞു, രഘു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ അവരുടെ തലമുറയുടെ ഭാവി അത്ഭുതമാകാൻ പോകുന്നു. ഫസ്റ്റ് മെസ്സേജ് ബ്രദർ അതാ പറഞ്ഞു. ഇന്ന് അത് ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നീട് തുടർമാനമായിട്ട് കേൾക്കാം. പ്രത്യേകിച്ച് നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട് കണ്ണൂര്.
അപ്പോൾ നിങ്ങൾ കണ്ണൂർ നേരത്തെ തന്നെ 10:30 മുതൽ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കും. 11 മണി നോക്കി നിൽക്കരുത്. 10 മണി കഴിയുമ്പോൾ തന്നെ വരണം. അവിടെ കസരിടാൻ വേണ്ടി ആൾക്കാരില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുവാൻ. അതൊരു കസരിടുന്ന ആയിക്കോട്ടെ, അത് കർത്താവിന്റെ നാമത്തിൽ. പ്രത്യേകിച്ച് നമ്മളെല്ലാ പ്രാവശ്യം എല്ലാ പ്രയർ സ്റ്റേഷനിലും ഓഫറിങ്ങുകൾ വെക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ആ ഓഫറിങ്ങുകൾ മുന്നോട്ടുള്ള ആ ഒരു മീറ്റിങ്ങിന്റെയും മറ്റു വരാൻ പോകുന്ന പ്രയർ സ്റ്റേഷനിലും എല്ലാം പ്രാർത്ഥനകൾ ഉപയോഗിക്കുക. മാത്രമല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വരിക. അന്യഭാഷ വരം ആഗ്രഹിക്കുന്നു. ബ്രദർ, എനിക്ക് അന്യഭാഷ വരം വേണം. വലിയ കൊതിയുള്ളവർ, എനിക്കൊരു അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളൂ, പക്ഷെ അന്യഭാഷ ഇല്ല. പക്ഷെ അങ്ങനെ ഉള്ളവർക്കും വരാം. അത് നിങ്ങൾ പറഞ്ഞിട്ടേ വരാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയ പ്രവൃത്തിയാൽ ദൈവം നടത്തും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഞാൻ അതിനു മുമ്പായിട്ട് കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി വിതച്ചവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ 2025 നമുക്ക് അവസാനിക്കുന്ന സമയമാണ്. പുതിയ വർഷത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വലിയ മിഷനുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ സൂമിൽ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, പുറത്തിറങ്ങണം, പട്ടണങ്ങളെ പിടിക്കണം, അനേക ദൈവരാജ്യം പ്രസംഗിക്കണം, അനേക ബന്ധിതരെ മോചിപ്പിക്കണം, അനേക രോഗികളെ സൗഖ്യമാക്കണം. ചുമതല വലുതാണ്. അതിനുവേണ്ടി വിതയ്ക്കുക. ഈ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് സൂമിൽ വൈകിട്ട് പ്രാർത്ഥന കാണത്തില്ല. കാരണം നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട്, രാവിലെ നടക്കുന്നത് കൊണ്ട് കഴിവതും അതിലെല്ലാവരും പങ്കുചേരുക, സൂമിൽ പങ്കുചേരുക. അന്യഭാഷ അനാവശ്യമായിട്ട് സംസാരിക്കുവാൻ ആരും തുനിയരുത്. പ്രത്യേകിച്ച് അത് അവിടെ സ്പീക്കർ വെച്ചിരിക്കുകയാണ്, വലിയ സൗണ്ട് സിസ്റ്റം അല്ല അവിടെ. അപ്പം നിങ്ങൾ ഈ പറയുന്ന വാക്കല്ല അവിടെ കേൾക്കും. അതുകൊണ്ട് അത്രയ്ക്കും പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ലാത്ത, പ്രത്യേകിച്ച് കുടുംബത്തിൽ ഡിസ്റ്റർബൻസ് ഉള്ളവർ, നിങ്ങൾ കഴിവതും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. എനിക്ക് ആ സമയത്ത് പറയാൻ കഴിയത്തില്ലായിരിക്കും. കാര്യം ലൈവ് പ്രയർ നടക്കുന്നവർക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യും. പ്രത്യേകിച്ച് അജയ സിസ്റ്ററും ഒക്കെ ഇന്ന് അവർ കോട്ടയത്തു നിന്ന് അവർ യാത്ര ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ സൗണ്ട് സിസ്റ്റവുമായിട്ട് നമ്മുടെ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ ക്യാമറയും ലൈവ് സ്ട്രീമും എല്ലാം ആയിട്ട് പ്രിയ സഹോദരങ്ങൾ രാത്രിയിൽ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും ഒക്കെ അവർ യാത്ര ചെയ്യുവാണ്. അവരെല്ലാം ഓർത്ത് പറഞ്ഞു, കർത്താവ് ഇന്ന് പ്രത്യേകിച്ച് കണ്ണൂരുള്ളവരെ നിങ്ങൾ അവരെയൊക്കെ ഒന്ന് മാനിക്കണേ കേട്ടോ. നിങ്ങൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക, അവരോടൊക്കെ സ്നേഹത്തോടെ നിൽക്കുക. കാരണം അവർ വളരെ ദൂരം യാത്ര ചെയ്ത് നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി വരുന്നവരാണ്. പ്രത്യേകിച്ച് കണ്ണൂരുള്ളവരെ നിങ്ങൾ വളരെ സ്നേഹമുള്ളവരാണെന്ന് കേട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവരോട് പ്രകടിപ്പിക്കുക, അവരെ കൈത്താങ്ങുക. ഒരു നേരത്തെ ഒരു ആഹാരമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷം. അവർക്കൊരു ചായയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ്, അത് വലിയ സന്തോഷം. കാര്യം അവർ അത്രയും ദൂരം വരുന്നവരാണ്. അവരെ മാനിക്കുക. കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു ബൈബിൾ പറയുന്നു. പ്രിയ സഹോദരങ്ങൾ ഒത്തിരി ദൂരം, എനിക്ക് അവളോർത്ത് വലിയ സങ്കടം. കാര്യം അവർ യാത്ര, ഒരു വലിയൊരു പ്രയർ കഴിഞ്ഞിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ മെസ്സേജ് അയച്ചായിരുന്നു. തിമത്തി ബ്രദറും ടീമും സൗണ്ട് സിസ്റ്റവും ക്യാമറയൊക്കെ ആയിട്ട് അവർ തിരിച്ച് കണ്ണൂരിലേക്ക് വരികയാണ്. അജാസിലൊക്കെ ട്രെയിനിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരും ടീമായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കൂടാൻ വേണ്ടി. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരെയൊക്കെ ഓർത്ത് വഴിയാത്രയിലൊക്കെയും തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ, അവർക്ക് ആ രാത്രി ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്. ഒറ്റ രാത്രിയിൽ 6-7 മണിക്കൂർ ഡ്രൈവിംഗ് ആണ്. അവരൊക്കെ തക്ക സമയത്ത് എത്തുവാനും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാകുവാനും ദൈവമക്കളുടെ പ്രാർത്ഥന. കണ്ണൂരിന്റെ ചരിത്രം മാറും. ഗോഡ് ബ്ലസ് യു. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വലിയ പ്രവൃത്തിയാൽ സ്വർഗം നിറയ്ക്കും. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.